اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اجعلنا ممن يستمعون القول فيتبعون أحسنه وأدخلنا برحمتك في عبادك الصالحين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل الأرض ومن فيها فيها إن كنتم تعلمون سيقولون لله قل أفلا تذكرون. قل من رب السماوات السبع ورب العرش العظيم سيقولون لله قل أفلا تتقون. سبحان الله عما يصفون. عالم الغيب والشهادة فتعالى عما يشركون. رب إما تريني ما يوعدون. رب فلا تجعلني من قوم الظالمين وإنا على أن نريك ما نعدهم لقادرون. ادفع بالتي هي أحسن السيئة نحن أعلم بما يصفون. وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. الحمد لله. الله سبحانه وتعالى ആഖിറത്തിലെ വിജയവും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു മജ്ലിസായി അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നിയ്യത്തുകളിലെ അപാകതകളെ അള്ളാഹു പരിഹരിച്ചു നൽകുമാറാകട്ടെ. നമ്മുടെ അമലുകളിലെ ഇഖ്ലാസിനെ അള്ളാഹു പരിഹരിച്ചു നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മൾ മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അള്ളാഹു അവരുടെ കരങ്ങൾക്ക് ശക്തി പകരുകയും അള്ളാഹു അവരുടെ നിയ്യത്തുകളിൽ ഇഖ്ലാസ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ സൂറയിലെ ഏകദേശ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്ന് 84-ാമത്തെ ആയത്ത് മുതൽ ഏകദേശം 98 വരെയുള്ള ആയത്തുകളിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു നാഫി ആയത് നമുക്ക് വർദ്ധിപ്പിച്ചു തരികയും അമലിന് അള്ളാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. സൂറയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഖിയാമത്തിന്റെ മഷ്ഹദുകളെ സംബന്ധിച്ച്, അന്ത്യനാളിന്റെ രംഗങ്ങളെ സംബന്ധിച്ച് വിവരിക്കുകയാണ് അള്ളാഹു. 81, 82, 83 ആയത്തുകളിൽ ആണ് നാം കഴിഞ്ഞ ക്ലാസ് നിർത്തിവെച്ചത്. അവിടെ അള്ളാഹു മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തെ സംശയിക്കുന്നവർക്ക് ആ സംശയം നിരർത്ഥകമാണെന്ന് മാത്രമല്ല, അഫലാ തഅഖിലൂൻ, അത് ബുദ്ധിശൂന്യമാണെന്ന് കൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇനി റബ്ബ് തആല ചോദിക്കുകയാണ്, ഖുൽ, നബിയെ അങ്ങ് പറയുക,
ലിമനിൽ അർളു വമൻ ഫീഹാ, ആർക്ക് അധികാരപ്പെട്ടതാണ് ഭൂമിയും, വമൻ ഫീഹ, ആ ഭൂമിയിലുള്ളവരും ആരുടെ അധികാരത്തിലാണ്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരൂ, ആരുടേതാണ് ഭൂമി, ആർക്ക് അവകാശപ്പെട്ടതാണ് ഭൂമിയിലുള്ളത് മുഴുവനും. സയഖൂലൂന ലില്ലാഹ്, അവരുടെ പ്രകൃതം മറുപടി നൽകുക തന്നെ ചെയ്യും, ഇത് അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിനുള്ളതാണെന്നല്ലാതെ മറ്റൊരു മറുപടി അവിടെ ഇല്ല. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും നബിയെ, അവർ പറഞ്ഞു എന്നല്ല, അവർ പറയേണ്ടത് ഇങ്ങനെയാണ്, അവർക്ക് ഇങ്ങനെയേ പറയാൻ കഴിയൂ. സയഖൂലൂന ലില്ലാഹ്, ഇത് അല്ലാഹുവിനുള്ളതാണ്. ഖുൽ അഫലാ തദക്കറൂൻ, എന്നാൽ പിന്നെ എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അള്ളാഹുവിന്റെ ഭൂമിയെങ്കിൽ ഇവിടെ അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ നിയമങ്ങൾ ഉണ്ടാകും, അതിന്റെ എമിഗ്രേഷൻ നിയമങ്ങൾ ഉണ്ടാകും, അതിന്റെ ട്രാഫിക് റൂൾസ് ഉണ്ടാകും, അതിന്റെ സോഷ്യൽ റൂൾസ് ഉണ്ടാകും. ഇതൊക്കെ ആ രാജ്യം ആര് ഭരിക്കുന്നുവോ അവർക്ക് നിശ്ചയിക്കാനുള്ള അധികാരമാണ്. എന്നതുപോലെ ഈ ഭൂമി ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ നിയമം, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ എന്തേ നിങ്ങൾക്ക് പ്രയാസം? ചോദിക്കൂ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുന്നു, ഖുൽ, അങ്ങ് ചോദിക്കുക നബിയെ, മർ റബ്ബുസ് സമാവാതിസ് സബ്ഇ വ റബ്ബുൽ അർശിൽ അളീം. മൻ, ആരാണ്? റബ്ബുസ് സമാവാതിസ് സബ്ഇ, 7 ആകാശങ്ങളുടെ സസ്റ്റൈനർ, അത് നിലനിർത്തിക്കൊണ്ടുപോരുന്ന പരിപാലകൻ ആരാണെന്ന് ചോദിക്കൂ നബിയെ. വറബ്ബുൽ അർശിൽ അളീം, അള്ളാഹുവിന്റെ ഭയാനകമായ അർശ്, അർശിന്റെ ഉടമസ്ഥൻ ആരെന്ന് ചോദിക്കൂ നബിയെ. സയഖൂലൂന ലില്ലാഹ്, അത് അള്ളാഹുവിനുള്ളതാണെന്ന് അവർക്ക് പറയേണ്ടി വരും. അവർക്കതേ പറയാൻ കഴിയൂ, ഇത് അള്ളാഹുവിനുള്ളതാണ്. ഖുൽ, എങ്കിൽ ചോദിക്കൂ, അഫലാ തത്തഖൂൻ, ആ അല്ലാഹുവിനെ നിങ്ങൾ എന്താ സൂക്ഷിക്കാത്തത്? ഖുൽ, ചോദിക്കൂ നബിയെ, മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും പരിപൂർണമായ അധികാരം ആർക്കാണ്? മിൽക്ക്, മുൽക്ക്, മലക്കൂത്ത്, ഇങ്ങനെ 3 വാക്കുകൾ അറബിയിലുണ്ട്. മിൽക്ക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം എന്നാണ്. ഒരു പേൻ ഉണ്ടെങ്കിലും പറയാം ഹാദാ മിൽക്കി, ഇതെന്റെ ഉടമസ്ഥാവകാശമാണ്. ഇങ്ങനെ ഉടമപ്പെടുത്തുന്ന ആളുകളെ ഉടമപ്പെടുത്തിയാൽ ആ ആൾക്ക് പറയാം മുൽക്കി, ഇതെന്റെ കിങ്ഡമാണ്, ഇതെന്റെ ഭരണീയരാണെന്ന് പറയാം. ഏതെങ്കിലും സാധനങ്ങൾ എല്ലാവർക്കും മിൽക്ക് ഉണ്ടാവും, പക്ഷെ രാജാവിനെ മുൽക്കുണ്ടാവുകയുള്ളൂ. രാജാവിൻ്റെത് മുൽക്കാണ്. കാരണം പലതും ഉടമപ്പെടുത്തുന്ന ആളുകളെയാണ് രാജാവ് ഉടമപ്പെടുത്തുന്നത്. ഇപ്പൊ മിൽക്കിൽ നിന്നൊരു സ്റ്റേജ് മുകളിലാണ് മുൽക്ക്, പിന്നെയാണ് മലക്കൂത്ത്. മുൽക്ക് എന്ന് പറഞ്ഞാൽ ആലമു ഷഹാദയാണ്, മഹ്സൂസാത്ത്, മനുഷ്യന്റെ കാഴ്ചകൾക്കോ കേൾവികൾക്കോ വിധേയമായ ഒരു ലോകത്തെ ഭരിക്കുകയോ അധീനപ്പെടുത്തുകയോ ചെയ്യുന്നതാണ് മുൽക്ക്. പക്ഷെ മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹവാസുകൾക്കപ്പുറത്ത്, മനുഷ്യന്റെ സെൻസുകൾക്കപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്ന വിഷയങ്ങളും അതിന്റെ രഹസ്യങ്ങളും എല്ലാറ്റിന്റെയും, മനുഷ്യൻ അറിഞ്ഞതും അറിയാത്തതുമായ മുഴുവത്തിന്റെയും അധികാരം. മുഫസ്സിരീങ്ങൾ പറയും, മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ അൽ മുൽക്കു ബിൽ ഖഹർ, ശരിക്കും നിർബന്ധിതാവസ്ഥയിലെങ്കിലും അള്ളാഹുവിന് അടിമപ്പെടേണ്ടവർ, നിർബന്ധിതാവസ്ഥയിലെങ്കിലും അവർ അള്ളാഹുവിന് അടിമപ്പെടേണ്ടവരാണ്. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് നമ്മൾ മലക്കൂത്ത് എന്ന് പറയാം. ഈ ഭൂമിക്ക് ആർക്ക് അധികാരപ്പെടുത്താൻ കഴിയും? ഈ ആകാശത്തെ ആർക്ക് അധികാരപ്പെടുത്താൻ കഴിയും? അന്തരീക്ഷത്തെ ആർക്ക്? ഇതൊക്കെ അള്ളാഹുവിന്റെ മലക്കൂത്തുകൾ. അതിനപ്പുറത്തേക്ക് ആകാശ ലോകങ്ങൾ, മനുഷ്യന്റെ കാഴ്ചക്കപ്പുറത്തുള്ളത്, മനുഷ്യന്റെ സെൻസുകൾക്കപ്പുറത്തുള്ളത്, ഇതിന്റെയൊക്കെ അധികാരം എല്ലാം ആലമു ഷഹാദയും ആലമുൽ ഗൈബും, കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ ലോകത്തിന്റെ അധികാരത്തിനാണ് മലക്കൂത്ത് എന്ന് പറയുക. ഖുൽ, അങ്ങ് ചോദിക്കൂ നബിയെ, മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി, ആർക്കാണ് എല്ലാറ്റിന്റെയും ആത്യന്തികമായ അധികാരം ആർക്കാണെന്ന് ചോദിക്കൂ നബിയെ. വഹുവ യുജീറു,
അള്ളാഹുവാണ് അഭയം നൽകുന്നവൻ. വലാ യുജാറു അലൈഹി, അള്ളാഹുവിൽ നിന്ന് ഒരാൾക്ക് അധികാരം നൽകാൻ, അള്ളാഹുവിൽ നിന്ന് ഒരാൾക്ക് അഭയം കൊടുക്കാൻ കഴിയുകയും ഇല്ല. അള്ളാഹു അഭയം തരും, പക്ഷെ അള്ളാഹിന്റെ ശിക്ഷ വരുമ്പോ അഭയം കൊടുക്കാൻ ആർക്കും കഴിയുകയുമില്ല. അങ്ങനത്തവൻ ആരാണ്? ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരൂ. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും ഇത് അള്ളാഹുവിനുള്ളതാണ്. ഖുൽ, നിങ്ങൾ ചോദിക്കൂ നബിയെ, ഫഅന്നാ തുസ്ഹറൂൻ, എന്നിട്ട് നിങ്ങൾ എന്തേ ഇങ്ങനെ മാസ്മരികതയിൽ പെട്ടുപോയത്? എന്താ നിങ്ങൾ സത്യത്തിൽ നിന്ന് അകന്നുപോയത്? എന്തേ നിങ്ങൾ ദീനിലേക്ക് വരാത്തത്? ചോദിക്കൂ നബിയെ. ഇങ്ങനെ 3 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിന്റെ അധികാരം, അതിന്റെ നിയന്ത്രണം, അതിന്റെ നടത്തിപ്പ്, ഇത് 3ഉം അള്ളാഹുവിനടിമപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെതാണ്, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് റബ്ബ് തആല ഓർമ്മിപ്പിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ ലോകമാണ്, ആർക്കുള്ളതാണ് ഭൂമി. നമ്മളിരിക്കുന്ന ഈ ഭൂമി കറങ്ങുന്നുവല്ലോ. മനുഷ്യൻ അള്ളാഹുവിന്റെ ഖൽഖിലെ, സൃഷ്ടിപ്പിലെ ഏറ്റവും മനോഹാരിത എന്ന് പറഞ്ഞാൽ എത്ര ലത്തീഫാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, എത്ര കാരുണ്യവാനാണ്. നമ്മളിപ്പോ ഇസ്ലാമിക് സെന്ററിന്റെ, അബുദാബി ഇസ്ലാമിക് സെന്ററിന്റെ അകത്ത് ഇരിക്കുകയാണല്ലേ. ഈ നഗരവും ഇവിടുത്തെ ബിൽഡിങ്ങുകളും എല്ലാം അടക്കം അള്ളാഹുവിന്റെ ഈ ഭൂമി അള്ളാഹുവിന്റെ നിയമപ്രകാരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സ്പീഡിൽ? ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ സ്പീഡിൽ നമ്മുടെ ഭൂമി ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നുണ്ടോ? ഒരു മിനിറ്റിൽ എത്ര? 1800 കിലോമീറ്റർ നമ്മളെയും കൊണ്ട് ഈ ഭൂമി ഓടിക്കൊണ്ടിരിക്കുകയാണ് സൂര്യന് ചുറ്റും. ആ ഒരു ഓട്ടം പൂർത്തിയാകുമ്പോഴാ ഒരു കൊല്ലം പൂർത്തിയായി എന്ന് പറയാൻ. സുബ്ഹാനല്ലാഹ്, ഒരു മിനിറ്റിൽ 1800 കിലോമീറ്റർ. ഫ്ലൈറ്റ് പോലും അങ്ങനെ പറക്കൂല. ഒരു മിനിറ്റിൽ, വിത്തിൻ എ മിനിറ്റ് 1800 കിലോമീറ്റേഴ്സ് ഭൂമി കറങ്ങുന്നുണ്ട്. എന്നൊരു കൊടുങ്കാറ്റടിക്കുന്നുണ്ടോ? ഭൂമി അതിന്റെ വായു കൊണ്ട് കറങ്ങുമെങ്കിൽ വായുവിന്റെ ചലനം വരും. അങ്ങനെ വന്നാൽ മുഴുവൻ സമയം ഇവിടെ കൊടുങ്കാറ്റായിരിക്കൂലേ? അല്ല. വതറൽ അർള ഹാമിദ, അള്ളാഹു വളരെ മനോഹരമായിട്ടായി സംവിധാനിച്ചത്. മനുഷ്യനുണ്ടാക്കുന്ന ഒരു എന്തെങ്കിലും ഒരു ചെറിയ യന്ത്രത്തിന് ശബ്ദമുണ്ടാകുന്നുണ്ട്. ഒരു ജനറേറ്റർ കൊണ്ട് നമ്മളൊരു അല്പം ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിന് ശബ്ദമുണ്ട്, അല്ലേ? ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്താൽ, ഒരു ഹെലികോപ്റ്റർ അടുത്തുകൂടെ പറന്നാൽ എന്താ ശബ്ദം? അള്ളാഹുവിന്റെ ഭൂമി ഒരു മിനിറ്റിൽ 1800 കിലോമീറ്റർ സ്പീഡിൽ നമ്മളെയും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം കറങ്ങുന്നുണ്ട്, ഓടിക്കൊണ്ടിരിക്കുകയുമാണ്. ആ ഒരു കറക്കം പൂർത്തിയായപ്പോഴാണ് നമുക്ക് 24 മണിക്കൂറായത്, അല്ലേ? പിന്നെ സൂര്യന്റെ മധ്യം സൂര്യനെയും മധ്യമാക്കി ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആർക്കുള്ളതാണ് ഈ അധികാരം? ആരാണ് ഈ ഗോളങ്ങളെ ചലിപ്പിച്ചത്? ആരാണ്? എങ്ങനെ കോയിൻസിഡൻസ് എന്ന് പറയാം? എങ്ങനെ ഇതൊക്കെ ബൈ ചാൻസ് എന്ന് പറയാം? ആരാണ് ഇതിനെ തിരിച്ചുവിട്ടത്? എവിടെന്നാണ് ഈ ശക്തി വന്നത്? ആ തിരിയന്റെ നമ്മൾ പറയല്ലേ സാങ്കല്പിക അച്യുതണ്ട്. സാങ്കല്പികമല്ല, അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ട് എന്നവിടെ പറയേണ്ടത്. സാങ്കല്പിക അച്യുതണ്ട്. ആ അച്യുതണ്ട് എന്താണ്? കാണാൻ പറ്റാത്ത ഒരു ഇമാജിനറി ഒരു സ്റ്റാൻഡിങ്. അള്ളാഹു തആല ഈ ഭൂമിയെ കറക്കിക്കൊണ്ട് ലിമനിൽ അർള്, ഇത് ആർക്കുള്ളതാണ്? അള്ളാഹ് ചോദിക്കുകയാണ്. ഈ ഭൂമിയുടെ അധികാരം ആർക്കുള്ളതാണ്? ഏതെങ്കിലും കുറച്ച് ഭൂമിയുടെ മണ്ണ് ഇത് എന്റേതാണെന്നൊരു രാജാവ് പറഞ്ഞാൽ പോലും ദ എൻറ്റയർ ഗ്ലോബ് ഇത് ആർക്ക് അധികാരപ്പെട്ടതാണ്? അള്ളാഹുവിൻ്റെതാണ്. ഇതിൽ എന്തെല്ലാം സാധനങ്ങൾ, അല്ലെ? ഭൂമിയിലെ 2/3 ഭാഗം വെള്ളമാണ്. പക്ഷെ ഈ കറക്കത്തിൽ ഭൂമി ഉരുണ്ടിട്ടും ഒരു വെള്ളവും ഓവർഫ്ലോ ആയിട്ട് വെള്ളം ചാടിപ്പോയിട്ടില്ല, അല്ലേ? എന്തൊരു മനോഹരമാണ്. ഗ്രാവിറ്റേഷന്റെ പവർ കൊണ്ടാണ് വെള്ളം കരകവിഞ്ഞൊഴുപ്പോ. ഒരു ഗ്ലോബിൽ നമ്മൾക്ക് എങ്ങനെ ഒരു വെള്ളത്തെ എങ്ങനെ പൊതിഞ്ഞു നിർത്താൻ പറ്റുമോ? വെള്ളം കൊഴിഞ്ഞ് ചാടിപ്പോരില്ലേ? ഭൂമി കോടാനുകോടി ബില്യൺ കണക്കിന് ക്യൂബിക് വാട്ടറുകളുമായി വെള്ളത്തിന്റെ അംശവുമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുല്ലിമനിൽ അർള്, ആർക്കുള്ളതാണ് ഈ ഭൂമി? ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, അതൊരു തിയറിയാണ്. സോഫാർ ഇറ്റ്സ് എ തിയറി, ഇറ്റ്സ് നോട്ട് എ ഫാക്ട്. പ്രപഞ്ചമുണ്ടായത് മഹാവിസ്ഫോടനത്തിലൂടെയാണെന്നത് ഒരു സിദ്ധാന്തമാണ്. മേ ഓർ മേ നോട്ട് ബി ട്രൂ. ആർക്കും അതിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഹക്കാണ് നമ്മൾ പറയുന്നില്ല. അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. വലിയൊരു കഷ്ണത്തിന്റെ ഒരു കഷ്ണം ഭൂമിയായി എന്തേ ഭൂമി പോലത്തൊരു കഷ്ണം മറ്റൊരിടത്തും പ്രപഞ്ചത്തിൽ ഇല്ലല്ലോ. മനുഷ്യൻ ഇന്നേ വരെ കണ്ടെത്താൻ പറ്റിയില്ല. അനുമാനങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ
തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനൊരു കഷ്ണം അതുമാത്രം ഇത്രയും മനോഹരമായി. കുല്ലിമനിൽ അർള്, ആരാണ് ഈ ഭൂമിയുടെ അധികാരം ആർക്കുള്ളതാണ്? അത് അല്ലാഹു പറഞ്ഞ പോലെ കറങ്ങുകയാണ്. ഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ് ഫഅതി ബിഹാ മിനൽ മഗ്രിബി ഫബുഹിതല്ലദീ കഫർ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിനോട് പറഞ്ഞു, നമ്രൂദ് എന്നത് നിരീശ്വരവാദികളുടെ പ്രതിബിംബമാണ്, യുക്തിവാദിയുടെ പ്രതിബിംബമാണ്. എനിക്കും ഇത് കഴിയുമെന്ന് നമ്രൂദ് പറഞ്ഞു. അല്ലേ, ഒരാളെ വിളിച്ചിട്ട് അയാളെ കൊന്നുകളഞ്ഞു. എന്നിട്ട് പറഞ്ഞു അന ഉമീദ്, എനിക്കും മരിപ്പിക്കാൻ കഴിയും. പിന്നൊരാളെ വിളിച്ചുകൊണ്ടുവന്ന് നീ പൊയ്ക്കോന്ന് പറഞ്ഞു. അന ഉഹീ, എനിക്ക് ജീവൻ കൊടുക്കാനും കഴിയും. ഇങ്ങനെ മൗഢ്യമായി വലിയൊരു നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തപ്പോ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്നാൽ എന്റെ റബ്ബ് യഅതി ബിശ്ശംസി മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ്, ല്ലേ, യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ്, എന്റെ റബ്ബ് ഭൂമിയെ സൂര്യനെ കിഴക്കിൽ നിന്ന് ഉദിപ്പിക്കുന്നവനാണ്, അതിന് സമാന്തരമായി ഭൂമിയെ കറക്കുന്നവനാണ്. എങ്കിൽ ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, ഒരു സൂര്യോദയം പടിഞ്ഞാറുന്ന് നടത്താൻ നിന്നെ കൊണ്ട് സാധ്യമാണോ? ഫബുഹിതല്ലദീ കഫർ. ആ അവിശ്വാസിയായ രാജാവിന് അവിടെ പിന്നെ മറുപടി ഉണ്ടായില്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഭൂമിയോട് പറയുന്ന കറക്കം എങ്ങനെ? നീ ഇടത്ത് നിന്ന് വലത്തോട്ട് തിരി, ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ റൈറ്റിലോട്ടാണ് ഭൂമിയുടെ കറക്കം. ആ കറക്കം കൊണ്ടാണ് നമുക്ക് സൂര്യോദയം കിഴക്കും സൂര്യാസ്തമയം പടിഞ്ഞാറും അനുഭവപ്പെടുന്നത്. ഇതേ ഭൂമിയോട് അല്ലാഹു ഖിയാമത്ത് നാളിനോടടുക്കുമ്പോ ഭൂമിയെ നീ ഇന്നു മുതൽ വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി എന്ന അള്ളാഹുവിന്റെ ഒരൊറ്റ കമാൻഡ് വന്നാൽ തൗബയുടെ കവാടം അടക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തുലൂഉശ് ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് ഖിയാമത്തിന്റെ അവസാന തടയാളങ്ങളിൽ പെട്ടതെന്നും അത് ഉദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെയും തൗബ പിന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ലെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രതിഭാസം നടക്കാൻ ഇത്രയേ വേണ്ടിയുള്ളൂ. ഈ കറങ്ങുന്ന കറക്കം ഭൂമി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്. അത് അള്ളാഹു വലത്തുനിന്ന് ഇടത്തോടും തിരിയാൻ പറഞ്ഞാൽ നമുക്ക് പിന്നെ സൂര്യോദയം പടിഞ്ഞാറാണ്. കുല്ലിമനിൽ അർള്, ആർക്കുള്ളതാണ് ഈ ഭൂമി? അതിനെ ഇങ്ങനെ കറക്കാൻ വിട്ട പടച്ച തമ്പുരാൻ ഇങ്ങോട്ടങ്ങ് തിരിയാൻ പറഞ്ഞാൽ കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഭീകരമായ സംഭവം അല്ല. അള്ളാഹുവിന്റെ കുദറത്തിലേക്ക് തട്ടിച്ചു നോക്കിയാൽ ഇറ്റ്സ് നത്തിങ്. കുല്ലിമനിൽ അർള്, ആർക്കുള്ളതാണ് ഭൂമി? ആകാശത്തുകൂടെ പാറിപ്പറക്കുന്ന ഫ്ലൈറ്റുകളും ആയിരക്കണക്കിന് വിമാനങ്ങളും പാറിപ്പറക്കുന്നത് എന്തിന്റെ പേരില്ല? അള്ളാഹു അന്തരീക്ഷം എന്ന അറ്റ്മോസ്ഫിയർ എന്ന കാറ്റെന്ന സാധനം ഈ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ അള്ളാഹ് പടച്ചിട്ടില്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിനും പൊങ്ങാൻ കഴിയില്ല. കാറ്റില്ലെങ്കിൽ കഴിയില്ലല്ലോ. മിനിറ്റിൽ 1800 കിലോമീറ്റർ ഓടുന്ന ഈ ഭൂമിയുടെ മുകളിൽ ഒരു കൊടുങ്കാറ്റിന്റെ പ്രതീതി നമ്മൾ അനുഭവിക്കുന്നില്ല. എപ്പോഴും ഭൂമി കറക്കത്തിൽ തന്നെ. നമുക്കത് ഉരുണ്ടതെന്ന് തോന്നാത്ത വിധത്തിൽ അല്ലാഹു കൈഫ സുതിഹത്, നിങ്ങൾക്ക് യഥേഷ്ടം വിഹരിക്കുവാനായി അല്ലാഹു നിങ്ങൾക്ക് പരത്തി തന്നില്ലയോ? കുല്ലിമനിൽ അർ, ഇത് ആര് ചെയ്തു വെച്ചതാണ്? എങ്ങനെയാ പ്രകൃതി എന്ന് പറയാ? കുല്ലിമനിൽ അർളു വമൻ ഫീഹാ, ഈ ഭൂമിക്ക് മുകളിൽ ജനിക്കുകയും മരിക്കുകയും അങ്ങനെ ജനന മരണങ്ങളിലൂടെ തലമുറകളായി കഴിഞ്ഞു പോകുന്ന മനുഷ്യ സമൂഹവും ജീവജാലങ്ങളും പക്ഷികളും ആരുടെ അധികാരത്തിലുള്ളതാണ്? സയഖൂലൂന ലില്ലാഹ്, ഇത് അല്ലാഹുവിനുള്ളതെന്നല്ലാതെ മറ്റൊരു മറുപടി അവിടെ ഇല്ല. വേറൊരു മറുപടിക്ക് അവിടെ ചാൻസ് ഇല്ലല്ലോ. എത്ര മനുഷ്യൻ എത്ര അഡ്വാൻസ് ആയി കഴിഞ്ഞാലും ഇതിനൊന്നും അള്ളാഹുവിൻ്റെതെന്നല്ലാതെ വേറെ മറുപടി പറയാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽ വലിയ അത്ഭുതമാണല്ലോ ഭൂമി. അള്ളാഹു എത്ര സ്ഥലങ്ങളിൽ സമാവാതു വൽ അർള്, ആകാശങ്ങളും ഭൂമിയും ആകാശങ്ങളും ഭൂമിയും ആകാശങ്ങളും ഭൂമിയും എന്ന് അള്ളാഹു പ്രയോഗിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അഫലാ തദക്കറൂൻ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഖുൽ, ചോദിക്കൂ നബിയേ, മർറബ്ബുസ് സമാവാതിസ് സബ്ഇ, 7 ആകാശങ്ങളുടെ പടച്ചവൻ ആരാണ്? വറബ്ബുൽ അർശിൽ അദീം, അല്ലാഹുവിന്റെ മഹത്തായ അർശ്, അർശ് എന്ന മഹത്തായ ദ സീറ്റ് ഓഫ് പവർ, അതിന്റെ ഉടമസ്ഥൻ ആരാണ്? സയഖൂലൂന ലില്ലാഹ്, അവർ പറയും ഇതും അല്ലാഹുവിനുള്ളതാണ്. അഫലാ തത്തഖൂൻ, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്ത് ജീവിക്കുന്നില്ലയോ? ഇവിടെ ഒരു പ്രശ്നം,
7 ആകാശങ്ങൾ ആരുടേതാണ് എന്ന് ചോദിച്ചപ്പോ 7 ഒന്നേ ഉള്ളൂ, അതേ നമ്മൾ കാണുന്നുള്ളൂ എന്ന് ആ സമൂഹം പറഞ്ഞില്ലെന്നാണ്. അപ്പൊ 7 ആകാശങ്ങളുടെ എണ്ണമെന്ന് അമ്പിയാക്കന്മാരിലൂടെ അവർക്ക് കിട്ടിപ്പോകുന്ന വിവരം മക്കക്കാർക്കുണ്ട്, മദീനത്തുകാർക്കുണ്ട്, ലോകത്തെ അഹ്ലി കിതാബുകൾക്കൊക്കെ അറിയാം ഇത് 7. മർറബ്ബുസ് സമാവാതി സബ്ഇ, ഇതാണല്ലോ ചോദ്യം. 7 ആകാശങ്ങളുടെ പടച്ചവനാരാ? നമ്മൾ ഇന്ന് ഒരാകാശം കണ്ടെത്തിയിട്ടില്ല കേട്ടോ, നമ്മൾ മനസ്സിലാക്കണം. 1-ാം ആകാശം ഇന്ന് മോഡേൺ സയൻസ് കണ്ടെത്തിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ജനറേഷൻ നമ്മുടെ കാലത്തിന് ശേഷമോ അല്ലെങ്കിൽ വരുന്ന കാലഘട്ടത്തിലോ മോഡേൺ സയൻസ് കണ്ടെത്തുന്ന അത്ഭുതങ്ങളിൽ വലിയൊരു അത്ഭുതം, അത് അള്ളാഹുവിന്റെ കലാം സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അത്ഭുതം ആകാശങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങളായിരിക്കും. ഇന്ന് വരെ 1-ാം ആകാശത്തേക്ക് ഒരു മനുഷ്യനും എത്തിയിട്ടില്ല. ഇറ്റ്സ് ഫാർ റിച്ച്, ഇത് ഒരിക്കലും എത്താൻ കഴിയുന്നതുമല്ല എന്നാണ് സയൻസ് വിശ്വസിക്കുന്നത്. ആകാശം എന്താണ്? സമാവാതു സബ്അ. മേലോട്ട് നോക്കിയാൽ അള്ളാഹുവിനെ കാണില്ലേ? ആരിഫീങ്ങളൊക്കെ ലൈസ ഫിൽ മൗജൂദി ഇല്ലല്ലാഹ്, അല്ലേ? മൗജൂദ്, വുജൂദിൽ അള്ളാഹു അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പറഞ്ഞത് എന്താണ്? അതല്ലേ തസൗഫ് എന്ന് പറഞ്ഞാൽ? അതാണ് തസൗഫിന്റെ ആലിമീങ്ങൾ ദീനിന്റെ ആഴത്തിലേക്ക് കടന്ന്. ഇത് പടിഞ്ഞാറുകാരൻ പഠിപ്പിക്കുന്ന സൂഫിസം അതല്ല, അള്ളാഹുവിനെ എല്ലാറ്റിലും കാണുക. ഇതാണല്ലോ അള്ളാഹു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശത്തേക്ക് നോക്കിയാലും അള്ളാഹുവിന്റെ വുജൂദെ കാണാൻ കഴിയൂ, അല്ലേ? മേലോട്ട് എന്താണ് ഈ ആകാശം? നമ്മളിപ്പോ ഈ ലൈറ്റ്, സീലിങ്ങിലെ ലൈറ്റ് കത്തുന്ന പോലെ എന്തൊരു മനോഹരമായി കോടാനുകോടി ലൈറ്റ് ഇയേഴ്സ്, പ്രകാശവർഷങ്ങൾ അകലെയാണ് നക്ഷത്രങ്ങൾ അള്ളാഹു കൊണ്ടുപോയി വെച്ചത്. അവിടെ നിന്ന് കത്തുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ കാണുന്ന നക്ഷത്രം എന്നോ കാലത്ത് പൊലിഞ്ഞുപോയി, അതിന്റെ വെളിച്ചം നമ്മിലേക്ക് ഇപ്പൊ എത്തിയിട്ടേ ഉണ്ടാവുകയുള്ളൂ. സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ 8 മിനിറ്റ് എടുക്കും. 8 മിനിറ്റും 14 സെക്കൻഡും. സയന്റിസ്റ്റുകൾ ആരെങ്കിലുമൊക്കെ 14 സെക്കൻഡോ 8 മിനിറ്റും ഏതാനും 14 സെക്കൻഡ് എന്നാ എന്റെ ഓർമ്മ. അത്രയും സമയമെടുക്കും പ്രകാശത്തിന് ഭൂമിക്ക് എത്താൻ. അതിനർത്ഥം എന്താ? പ്രകാശത്തിന്റെ സ്പീഡ് 300,000 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ഓടുന്ന സാധനമാണ് പ്രകാശം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു മലക്കുകളെ പടച്ചത് പ്രകാശം കൊണ്ടാണ്, സൂര്യപ്രകാശം കൊണ്ടല്ല. നൂറാനിയുൻ, അള്ളാഹുവിൻ്റെതായ ഒരു നൂറ് കൊണ്ടാണ് മലക്കുകളെ പടച്ചത്. ഭൂമി നമ്മൾ അനുഭവിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ വേഗത എത്ര? 3 ലക്ഷം കിലോമീറ്റർ. മണിക്കൂറിലാണോ? അല്ല. മിനിറ്റിലോ? അല്ല. ഒരു സെക്കൻഡിൽ. നമ്മളെ നാട്ടിൽ നിന്ന് ആകെ ഇങ്ങോട്ട് 2600 കിലോമീറ്ററേ ഉള്ളൂ. അതപ്പോ സൂര്യപ്രകാശത്തെ സംബന്ധിച്ചിടത്തോളം എത്ര നമ്മൾ കണക്കാക്കുക? സെക്കൻഡിന്റെ എത്ര അംശത്തിൽ കുറവാണത്? 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ ഓടിയാൽ ആ സൂര്യന്റെ പ്രകാശം ഭൂമിക്ക് എത്തണമെങ്കിൽ 8 മിനിറ്റ് എടുക്കും. അപ്പൊ മനസ്സിലാക്കുക എത്രയാ സൂര്യന്റെ അകലമെന്ന്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം ഓടി, അങ്ങനെ 8 മിനിറ്റും 14 സെക്കൻഡും ഓടിയാലാൻ സൂര്യന്റെ ഒരു പ്രകാശം ഭൂമിയിൽ തട്ടുന്നുള്ളൂ. സൂര്യനേക്കാളും എത്രയോ ഇരട്ടി വ്യാപ്തമുള്ള വോല്യമുള്ള നക്ഷത്രങ്ങളാണ് കൊച്ചു കൊച്ചു നക്ഷത്രങ്ങളെ പോലെ ട്വിങ്കിൾ. അങ്ങനെ നമ്മൾ പറയാം, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. അത് ലിറ്റിൽ സ്റ്റാർ അല്ല, ഇറ്റ്സ് എ മാസീവ് സ്റ്റാർ. പക്ഷെ നമ്മുടെ കണ്ണിന് അങ്ങനെയാ അല്ലാഹു കാണിച്ചു തന്നിരിക്കുക. എവിടെയാണത് കിടക്കുന്നത്? ഭൂമിയുടെ 100 ഭൂമിയെ ഉള്ളിലേക്ക് വെച്ചാൽ അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള വോല്യം സൂര്യനുണ്ട്. സൂര്യൻ നമ്മൾ പടിഞ്ഞാറക്ക് അസ്തമിക്കുന്ന സൂര്യൻ കണ്ടില്ലേ? അതിന് ആ വലിപ്പം അല്ലെങ്കിൽ അതിന് ഭംഗിയുണ്ടോ? അത് നമ്മുടെ ഇസ്ലാമിക് സെന്ററിനോളം വലിയൊരു ഗോളമായിട്ട് അസ്തമിക്കുന്നത്, ഉദിക്കുന്നതെങ്കിൽ വലിയ ഭംഗി ഉണ്ടാവോ കാണാൻ? ആകാശത്തിന്റെ ചമൽ. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. സുബ്ഹാനല്ലാഹ്. വലഖദ് സയ്യന്ന السماء الدنيا, ഒന്നാം ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുകയാണ്. ബിമസ്വാബീഹ, വിളക്കുകളെ വെച്ച് അല്ലാഹു അലങ്കരിച്ചിരിക്കുന്നു. എന്താണ് ഈ വിളക്കുകൾ? ബില്യൺ കണക്ക് വരുന്ന നക്ഷത്രങ്ങൾ. സുബ്ഹാനല്ലാഹ്. ബില്യൺ നക്ഷത്രങ്ങൾ. നമ്മളൊക്കെ മില്യനെയർ എന്ന് കേൾക്കാറുണ്ട്. എന്താണ് ഈ മില്യനും ബില്യനൊക്കെ? 1000 മില്യൺ ആകുമ്പോഴേ ഒരു ബില്യൺ ആവുക. അങ്ങനെ 1 ബില്യണിലേറെ നക്ഷത്രങ്ങൾ വരുമ്പോഴാ ഒരു നക്ഷത്ര കൂട്ടം എന്ന് പറയുന്ന ഗാലക്സി ഉണ്ടാവുക. മനസ്സിലാക്കണം. ഒരു മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷം. അങ്ങനത്തെ 1000 10 ലക്ഷമാകുമ്പോഴാണ് ഒരു ബില്യൺ ആവുക. അങ്ങനത്തെ 1 ബില്യണിലേറെ നക്ഷത്രങ്ങൾ വരുന്ന ഒരു നക്ഷത്ര കൂട്ടത്തിനെ നമ്മൾ ഒരു ഗാലക്സി എന്ന് പറയാം. നമ്മളും ഭൂമി അടക്കമുള്ള സൂര്യനും ചന്ദ്രനൊക്കെ അടക്കമുള്ള ഈ
താരസമൂഹത്തിന്റെ പേരാണ് മിൽക്കി വേ, ക്ഷീരപഥം എന്ന് നമ്മൾ പറയുന്ന മിൽക്കി വേ. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ എത്ര നക്ഷത്ര കൂട്ടങ്ങളുണ്ടെന്നാണ്? 1 മില്യൺ. സുബ്ഹാനല്ലാഹ്, 1 മില്യൺ തവണ 1 മില്യൺ, 1 മില്യൺ താരസമൂഹങ്ങൾ, നക്ഷത്ര കൂട്ടങ്ങൾ ആകാശത്തുണ്ട്. ഇത് ഇന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടതാണ്. നാസയുടെ ഏറ്റവും പുതിയ കണക്കുകളാണ്. പടച്ച തമ്പുരാനെ, ഇതൊക്കെ അള്ളാഹു പറഞ്ഞത് എവിടെയാ? ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. വലഖദ് സയ്യന്ന സമാഅദ് ദുനിയ, ഒന്നാം ആകാശം, ഭൂമിയോടടുത്ത ആകാശം, അതിന്റെ താഴെയാണ് ഇതൊക്കെ കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇവിടെ നിന്നാണ് അള്ളാഹു പറയുന്നത് മർറബ്ബുസ് സമാവാതി സബ്ഇ, 7 ആകാശങ്ങളുടെ ഉടമസ്ഥൻ ആരാണെന്ന് നബിയെ അവരോടങ്ങ് ചോദിച്ചു നോക്കൂ. ആരാണ് 7 ആകാശങ്ങളുടെ ഉടമസ്ഥൻ? ആരാണ്? അവർക്ക് സംശയം ഉണ്ടായിട്ടില്ല. 7 എന്ന അക്കം അവരെ നിഷേധിച്ചില്ല. അവരപ്പോഴും പറയുന്നത് അല്ലാഹ്, ഇത് അല്ലാഹുവിനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സ്വഹാബികളോട് ചോദിച്ചു. ഇമാമുന തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നിങ്ങൾക്കറിയുമോ ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം എത്രയാണ്? അവർ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയെ. ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം. ആകാശം എന്നത് ഇപ്പോ നമ്മുടെ മോഡേൺ സയൻസ് അതൊരു ഗ്യാസ്, സ്മോക്ക്, അത് ഒരു പുകയായിട്ട് കിടക്കണ ഒരു ഇരുട്ടാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ നമുക്ക് നീലയായിട്ട് തോന്നും. പ്രകാശത്തിന്റെ വികിരണം സംഭവിച്ചിട്ട് നമുക്ക് അങ്ങനെ തോന്നുകയാണ്. നീലയാണ്. അത് നീലയല്ല, കറുപ്പാണ്, ഡാർക്കാണ്. വെളിച്ചമുള്ളിടത്ത് വെളിച്ചം കാണും, അല്ലാത്തടത്തത് ഇരുട്ടാണ്, ഗ്യാസ് ആൻഡ് സ്മോക്ക്. അല്ലാഹു പറയുന്നു ആകാശം എന്നത് സംതിങ് സോളിഡ്, അത് ഉറപ്പുള്ളൊരു ഒരു ഗ്യാസ് അല്ല. ഇത് സമാഉൻ ഷഖത്ത്, ഇൻഷക്ക എന്ന് പറഞ്ഞാൽ പിളരണമെന്നാണ്. ഒരു മരത്തിന്റെ ഒരു കഷ്ണം പിളരുന്ന പോലെ, ഒരു ബിൽഡിംഗ് പിളരുന്ന പോലെ പിളരുന്നതാണ് ആകാശം. അതല്ലേ സൂറത്തുൽ ഇൻഷിഖാഖ്, ഇദസ്സമാഉൻ ഷഖത്ത്, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് പിളരാവുന്ന ഒരു സാധനമാണ്, വെറുതെ ഒരു സ്മോക്ക് അല്ല എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ ഹബീബായ നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ചെന്നപ്പോ ഞങ്ങൾ ഒന്നാം ആകാശത്തിന്റെ വാതിൽക്കലെത്തി. വാതിൽക്കൽ മുട്ടി. അപ്പൊ അകത്തുള്ള മലക്കുകൾ ചോദിച്ചു, ആരാണ് വന്നത്? ഖാല ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാമാണ്. വമൻ മഅക, നിങ്ങളുടെ കൂടെ ആരാണുള്ളത്? അവർക്കത് അറിയാം, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കൂലല്ലോ. 2 ആൾ മുട്ടിയിട്ടില്ല, ഒരാളെ മുട്ടിയിട്ടുള്ളൂ. ആരാ വന്നത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു, മുഹമ്മദ് നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയോ? ബുഇസ ഇലൈഹി, നുബുവത്ത് കിട്ടി. അഹ്ലൻ വസഹ്ലൻ, സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് ഹബീബിന് വേണ്ടി കവാടങ്ങൾ തുറന്നു കൊടുത്തു. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ് എന്ന് പറഞ്ഞ എന്താ? ആകാശം തുറക്കപ്പെടാവുന്നതും അടക്കപ്പെടാവുന്നതും പൊട്ടിപ്പിളരാവുന്നതുമായ സംതിങ് സോളിഡ്. അത് എന്താ നമുക്കറിയില്ല, അത് പുകയല്ല. അത് ഇന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അടുത്ത വരുന്ന മോഡേൺ സയൻസ് കണ്ടെത്തുന്ന വലിയ സംഭവങ്ങൾ അതൊക്കെയായിരിക്കും. ഖുർആൻ ഓരോ കാലത്തും ഒരു നബിയുടെ ദൗത്യം നിർവഹിക്കുമെന്നാണ്. ഇന്ന് മനസ്സിലായത് മാത്രം പോരല്ലോ, ഇനി വരാൻ പോകുന്ന കാലക്കാർക്ക് അവർക്ക് തിരിയേണ്ടത് മറ്റു പല രഹസ്യങ്ങളുമാണ്. അത് ഖുർആൻ ഇന്ന് ഓരോ കാലത്തും കിട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് സമാവാതു സബ്അ് ഇന്ന് മനുഷ്യന്റെ കൈപ്പിടിയിലല്ല. തങ്ങൾ ചോദിച്ചു സ്വഹാബികളോട്, നിങ്ങൾക്കറിയുമോ എത്രയാണ് ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം? അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല. തങ്ങൾ പറഞ്ഞു 500 ആം, 500 വർഷത്തെ വഴി ദൂരമുണ്ട്. 500 വർഷം യാത്ര ചെയ്താലേ ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് എത്തൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണഗതിയിൽ ഭൂമിയിലുള്ള യാത്രയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒട്ടകപ്പുറത്തുള്ള ഒരു സാധാരണ ഒരു കാരവാൻ സഞ്ചരിക്കുന്ന യാത്രയെ സംബന്ധിച്ചാ പറയാ. 40 ദിവസത്തെ വഴിദൂരമായിരുന്നു അന്ന് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് മസ്ജിദുൽ അഖ്സായിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ദ ബാക്ക് ഓഫ് ക്യാമൽസ്. പക്ഷെ ആകാശത്തേക്ക് ക്യാമലിന്റെ പുറത്ത് പോയില്ലല്ലോ. തങ്ങൾ പറഞ്ഞില്ല എന്താണ് ആ വാഹനമെന്ന്. തങ്ങൾ പറഞ്ഞു 500 ആം, 500 കൊല്ലത്തെ വഴിദൂരമാണ്. പിന്നെ ചോദിച്ചു, 1 നിന്ന് 2 എത്രയാണ് ദൂരമെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹു റസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയെ. തങ്ങൾ പറഞ്ഞു 500 ആം, 500 കൊല്ലം യാത്ര ചെയ്താലേ 1 നിന്ന് 2 എത്തൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 3, 4 തങ്ങൾ
ചോദിച്ചു, അവര് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല നബിയെ. തങ്ങളുടെ മറുപടി 500 ആം. അങ്ങനെ 6 നിന്ന് 7 എത്തുന്നത് വരെയുള്ള ദൂരം, ഒന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരം വളരെ സമമാണ്, സമാന്തരമാണ്. 500 കൊല്ലത്തെ വഴിദൂരമാണ്. അപ്പൊ നമ്മുടെ ഭൂമി നിലകൊള്ളുന്ന സ്പേസിലെ ഭൂമിയുടെ സ്ഥാനം എന്നത് അത് നിർണായകമായ ഒരു സ്ഥാനത്താണ് അള്ളാഹു ഭൂമിയെ പ്രതിഷ്ഠിച്ചത് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. ഇവിടെയുള്ള സെയിം പ്രൊപ്പോർഷനാണ് മറ്റുള്ള ആകാശ ലോകങ്ങളിലേക്കൊക്കെയും കണക്കാക്കുന്നത്. ഇന്ന് സ്പേസിന്റെ അറ്റം, അതാണിപ്പോ ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെയുള്ള ആളുകളൊക്കെ എനർജിയുടെ ഡെഫിനിഷൻ കൊടുത്തപ്പോ, സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് പ്രകാശത്തിന്റെ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം ലോകത്ത് കണ്ടെത്തപ്പെട്ട ഏറ്റവും വലിയ വെലോസിറ്റി എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം പോലെ ഒരാൾ സഞ്ചരിച്ചാൽ ആ മനുഷ്യന് പിന്നെ കാണാനുണ്ടാവില്ല. ആൾ ഊർജമായിട്ട് മാറിയിട്ടുണ്ടാകും, എനർജിയായിട്ട് മാറിയിട്ടുണ്ടാകും എന്നാണ്. ആളുണ്ടാവില്ല, ഒരു സാധനവും ഒരു മാറ്ററും പിന്നെ ബാക്കി ഉണ്ടാവില്ല. സൂര്യപ്രകാശം പോലെ സഞ്ചരിച്ചാൽ നമ്മൾ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. പക്ഷേ സയന്റിസ്റ്റുകൾ പറയാണ്, എങ്ങാനും ഒരു കാലത്ത് അങ്ങനെ ഒരു സൂര്യപ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കാവുന്ന ഒരു വാഹനം എങ്ങാനും സംഘടിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ആ ഫ്ലൈറ്റിന്റെയോ എയർക്രാഫ്റ്റിന്റെയോ വേഗത എന്നത് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ, ഇന്ന് സയൻസ് കണ്ടെത്തിയ സ്പേസിന്റെ അറ്റം പ്രാപിക്കണമെങ്കിൽ അയാൾ ഇവിടെ നിന്ന് യാത്ര ചെയ്താൽ ഒന്നാനാകാശം അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സ്പേസിന്റെ അറ്റം എന്ന് സയൻസ് കണക്കാക്കുന്ന ഭാഗത്തേക്ക് എത്തണമെങ്കിൽ 200 കോടി പ്രകാശവർഷങ്ങൾ എടുക്കും എന്നാണ് ഇന്ന് സയൻസിന്റെ കണക്ക്. 200 കോടി പ്രകാശവർഷം. സുബ്ഹാനല്ലാഹ്. 200 കോടി പ്രകാശവർഷങ്ങൾ കഴിഞ്ഞാലേ അവിടെ എത്തുള്ളൂ. പക്ഷേ അവർ പറഞ്ഞു വലിയൊരു യാഥാർത്ഥ്യം, സഞ്ചരിക്കുന്ന പൈലറ്റിന് അത് 500 കൊല്ലമേ ആയിരിക്കുകയുള്ളൂ. സഞ്ചരിക്കുന്ന പൈലറ്റിന് 500 കൊല്ലം. പൈലറ്റ് 500 കൊല്ലം താമസിക്കൂല എന്ന് ഉറപ്പാണ്. പൈലറ്റ് കുടുംബങ്ങളുമായി പോയാൽ അവർ തലമുറകളുമായി 5ാമത്തെ മകനോ 4ാമത്തെ മകനോ ഉള്ള കാലം 500 കൊല്ലമാകുമ്പോ ആ മകൻ അറിയാം, വാപ്പ പുറപ്പെട്ടെടുത്തപ്പോ 500 കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ എത്തി എന്നറിയാം. 500 കൊല്ലം എടുക്കും ഈ സ്പീഡിൽ ഒരാൾ പോയാൽ. അതിനേക്കാളും വലിയ സ്പീഡിലോ കുറഞ്ഞ സ്പീഡിലോ പോയാൽ ഈ കണക്ക് തെറ്റാണ്. പ്രകാശത്തിന്റെ വേഗതയിൽ പോയാൽ 500 കൊല്ലം എടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് ഇതല്ല. ഇവര് സുനന് തുർമുദി പഠിച്ചിട്ടല്ല ഈ ഗവേഷണം നടത്തിയത്. ഇമാം തുർമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത 500 ആം എന്ന് തങ്ങൾ പറഞ്ഞ 500 കൊല്ലത്തെ വഴിദൂരം എന്ന സംഭവം ഇവർ പഠിച്ചിട്ടല്ല സയൻസ് കണക്കുകൾ നിരത്തി വെച്ചത്. പക്ഷേ അത് ഇത്തിഫാഖ് എന്ന് പറയാൻ പറ്റുമോ? ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തല്ലേ? തങ്ങൾ പഠിപ്പിച്ചേരല്ലേ? സഞ്ചരിക്കുന്ന ആളുടെ സമയമല്ലേ പറയേണ്ടതുള്ളൂ. സഞ്ചരിക്കുന്ന ആൾക്ക് അതാണല്ലോ റെലവൻസ്. ഒരാൾക്ക് യാത്ര ചെയ്യുന്ന ആൾക്ക് എത്ര സമയം ഫീൽ ചെയ്യുന്നു അതാ പറയേണ്ടത്. എത്ര ദൂരം എന്ന് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞു 500 കൊല്ലം. സുബ്ഹാനല്ലാഹ്. 500 ഒന്നാനാകാശത്തേക്ക് കൃത്യമാണ്. അവിടെ നിന്ന് അങ്ങോട്ടൊന്നും നമുക്ക് ആലോചിക്കാൻ പോലും വയ്യേ. 500 കൊല്ലം കഴിഞ്ഞിട്ട് എത്തുന്നൊരു സംഗതി. അത് ഭൂമിയിലുള്ള ആളുകൾ യാത്ര അയച്ചാൽ അവർക്ക് ഫീൽ ആകുന്നത് 200 കോടി പ്രകാശവർഷങ്ങളാണ്. അപ്പൊ പിന്നെ ആരും അവർക്കൊരു ഒരു വെൽക്കം ബാക്ക് പറയാനൊന്നും ആളുണ്ടാവില്ല എന്നർത്ഥം. യാത്ര അയച്ചൊക്കെ വിടാൻ പറ്റുള്ളൂ. 200 കോടി കൊല്ലം കഴിയുമ്പോൾ അവിടെ എത്താൻ തന്നെ. പിന്നെ തിരിച്ചൊരു 200 കോടി ഇങ്ങോട്ട് ലാൻഡ് ചെയ്യാനും പിന്നെ ഇംപോസിബിൾ എന്നാ പറയാ. അതുകൊണ്ടാണ് മെഹറാജും ഇസ്രാ ഒക്കെ മുഅ്ജിസത്തായത്, അമാനുഷികമാണെന്ന് പറയാൻ കാരണം. അത് മനുഷ്യന്റെ ഫിസിക്കൽ റൂൾസ് വെച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന സംഗതിയല്ല. ഖുർആൻ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വലിയ മുഅ്ജിസത്ത് എന്താണ്? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ തങ്ങളുടെ മുഅ്ജിസത്ത് എന്താണ്? അൽ ഇസ്റാ വൽ മിഅ്റാജ്. ഇസ്റാഉം മിഅ്റാജുമാണ്. ഖുർആനിന്റെ തൊട്ടടുത്ത സ്ഥാനം അതിൽ കിട്ടാൻ കാരണം എന്തേ? മനുഷ്യന്റെ ഭൗതികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ഈ പ്രപഞ്ചത്തിന്റെ പ്രാപഞ്ചിക നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ബുറാഖ് എന്ന വാഹനത്തിന്റെ പുറത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് ഹബീബിനെ 7 ആകാശങ്ങൾക്കപ്പുറം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. അത് മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല. മനുഷ്യനെ ആലോചിച്ചാൽ എത്തും പിടിയും കിട്ടൂല. അതാണ് മുഅ്ജിസത്ത്. മനുഷ്യന്റെ കണക്കുകൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന് മുഅ്ജിസത്തല്ല. അംറുൻ ഖാരിഖുൻ ലിൽ ആദ അല്ലേ? മനുഷ്യന്റെ മനസ്സിലാക്കി പോകുന്ന റൂട്ടീനുകളെ ബ്രേക്ക് ചെയ്യണം. അതാണ് മുഅ്ജിസത്ത്. സുബ്ഹാനല്ലാഹ്. ഖുൽ ലിമനിൻ ഖുൽ മർറബ്ബുസ് സമാവാതി സബ്ഇ. എന്താണ് പടച്ചോനെ ഈ 7 ആകാശങ്ങളുടെ ഈ ഒന്നാനാകാശത്തിനുള്ളിൽ എന്തൊക്കെയാ അള്ളാഹു വെച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്? ബ്ലാക്ക് ഹോളുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്
ഭൂമിക്കുള്ളിൽ കിടക്കുന്ന ബ്ലാക്ക് ഹോളിലേക്ക് പ്രകാശം കടന്നാൽ പോലും ആ പ്രകാശം പോലും പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ പിടിച്ചു വെക്കുന്ന സ്ഥലങ്ങൾ സ്പേസിലുണ്ട്, ബ്ലാക്ക് ഹോളുകൾ എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ, ഒന്ന് വിക്കിപീഡിയയിലൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ബ്ലാക്ക് ഹോളുകൾ. അങ്ങനെ ആയിരക്കണക്കിന് ബ്ലാക്ക് ഹോളുകൾ, അതിലേക്കെങ്ങാനും നമ്മുടെ ഭൂമി എങ്ങാനും ചാടിച്ചെന്നാൽ ഒരു കോഴിമുട്ടയോളം വരുന്ന വലുപ്പത്തിലേക്ക് ഭൂമി മാറുന്നു. പക്ഷെ ഭൂമിയുടെ വെയിറ്റ്, അതിന്റെ ഭാരം ഒരിക്കലും മാറുകയില്ല. എന്താണ് ഇതൊക്കെ? അത്ഭുതമല്ലേ? മനുഷ്യന് ഭൂമിയിൽ ചെയ്യാൻ പറ്റാത്ത സംഗതിയാണിത്. ഏതൊരു വസ്തുവിന്റെയും മാസ് ബ്രേക്ക് ചെയ്യാതെ അതിന്റെ വെയിറ്റ് അതേപോലെ നിലനിർത്താൻ കഴിയാന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഈ തരത്തിലുള്ള അത്ഭുതങ്ങളുടെ ലോകമാണ് അള്ളാഹുവിന്റെ ആകാശം. മർറബ്ബുസ് സമാവാതി സബ്അ, ആരാണ് 7 ആകാശങ്ങളുടെ ഉടമസ്ഥൻ? ആരാണ്? ഒന്നിന്റേത് ആരാണ്? ആരാണ് ഭൂമിയുടെ ഉടമസ്ഥൻ? അള്ളാഹു ചോദിച്ചത് അവിടെ നിന്നാണ്. മർറബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അളീം, ഏറ്റവും ഭയാനകമായ മഹത്തായ അർശിന്റെയും ഉടമസ്ഥൻ ആരാണ്? ആരാണ് അർശിന്റെ ഉടമസ്ഥൻ? സുബ്ഹാനല്ലാഹ്. അർശ് എന്നത്, അർശോടുകൂടെ അള്ളാഹു അദീം എന്ന് ഉടനെ പറയും. അർശിൻ അദീം. അർശ് അള്ളാഹുവിന്റെ അധികാരത്തിന്റെ സിംബലാണ് അർശ്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം സബയിലെ ബിൽഖീസ് രാജ്ഞി ആരാധകരാണ്. അവർ മുസ്ലിമാകാൻ വേണ്ടി സബയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പം തന്നെ സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞെന്താ? അയ്യുക്കും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. അർശ് എന്നത് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന്റെ പവറിന്റെ സിംബലാണ്. ആ അർശ് എങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ചാണ് അവരുടെ ആഡംബരവും അവരുടെ രാജാധികാരത്തിന്റെ പവറും കാണിക്കുക. സുലൈമാൻ അലൈഹിസ്സലാം അതിങ്ങോട്ട് കൊണ്ടുവരാനാ പറഞ്ഞത്. അവരുടെ അധികാരമോ അവരുടെ ആധിപത്യമോ ഒന്നുമല്ല അള്ളാഹുവിന്റെ ഖുദറത്തുകളുടെ മുമ്പിൽ നിന്ന് കാണിക്കാൻ. ആ അർശ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആർക്ക് കഴിയുമെന്നാ ചോദിച്ചത്. ഇപ്പോഴാണ് ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറഞ്ഞ ഒരു സ്വാലിഹായ മനുഷ്യൻ ബ്ലിങ്ക് ഓഫ് ആൻ ഐ, കണ്ണ് ചിമ്മി തുറന്നപ്പോഴേക്കും കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്. അൻ ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, അന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. അർശ് രാജാക്കന്മാർ അവരുടെ അധികാരം കാണിക്കാൻ ഉപയോഗിക്കുന്ന സംഗതി. അള്ളാഹുവിന് ഒരു അർശുണ്ട്. ഇസ്തവ അലൽ അർശ്, അള്ളാഹു ആ അർശിൽ ഇസ്തിവാ ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് തആല ഒരു സ്ഥാനത്തേക്കോ ഒരു സ്ഥലത്തേക്കോ സമയത്തേക്കോ അള്ളാഹുവിനെ ബന്ധിപ്പിക്കാവതല്ല. കാരണം ഇതൊക്കെ അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകളാണ്. അള്ളാഹുവിന്റെ മഖ്ലൂഖാണ് സമയം, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സ്പേസ്. അള്ളാഹു അവന്റെ ഖൽഖിലല്ല, അവന്റെ ഖൽഖിന്റെ പുറത്താണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂം വൽ കൈഫു മജ്ഹൂൽ വൽ ഈമാനു ബിഹി വാജിബ്. അല്ലാഹു അവന്റെ അർശിൽ സ്ഥിരനായി സ്ഥിരപ്രതിഷ്ഠ നേടി അല്ലെങ്കിൽ അർശിൽ ഇരുന്നു എന്ന ഒരു ഭാഷാർത്ഥം ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാം ദാരിൽ ഹിജ്റ, മദീന കണ്ട ഏറ്റവും വലിയ പണ്ഡിതനെന്നും ലോകത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലോകത്തിന്റെ പരിസര രാജ്യങ്ങളിൽ പോലും ഒരു ആലിമ് പോലും ഫത്വ കൊടുക്കാൻ തയ്യാറല്ല. ലാ യുഫ്താ വ മാലികുൻ ഫിൽ മദീന. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിലുള്ളപ്പോ വേറെ ആരും ഫത്വ കൊടുക്കണ്ട എന്ന് മുസ്ലിം ഉമ്മത്ത് ഇജ്മാ ചെയ്ത മഹാൻ പറഞ്ഞു. അൽ ഇസ്തിവാഉ മഅലൂം. എന്താണ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഇരിപ്പിടത്തിലും അർശിലും ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ വൽ കൈഫു മജ്ഹൂൽ, ഹൗ ഈസ് ഇറ്റ്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് അത് നമുക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്, അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധവുമാണ്. അൽ ഇസ്തിവാഉ മഅലൂം വൽ കൈഫു മജ്ഹൂൽ വൽ ഈമാനു ബിഹി വാജിബ്. അള്ളാഹു അവന്റെ അധികാരത്തിലായി എന്നേ നമുക്ക് പറയാൻ കഴിയൂ. എന്താണ് അള്ളാഹുവിന്റെ ഇസ്തിവാ? ഒരു കസേരയിൽ ഒരാൾ നിവർന്നിരുന്നാൽ നമ്മൾ പറയാം ഇസ്തവാ ഫുലാനുൻ അലൽ കുർസി. അള്ളാഹുവിന്റെ ഇസ്തിവാ എന്താണ്? എന്താണ് അർശ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരു ഹദീസിലൂടെയാണ്. അള്ളാഹുവിന്റെ കോടാനുകോടി നക്ഷത്രങ്ങളും പ്ലാനറ്റ്സുകളും അതിന്റെ സാറ്റലൈറ്റുകൾ അടക്കം എല്ലാം ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ഈ വലിയ ഒരു ലോകം. അർശ് എത്രയാണ്? ഈ വലിയ ലോകം എത്രയാണ്? നമുക്ക് ഏകദേശം ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. എന്താണ് ഈ ലോകം? അത് കീപ് എക്സ്പാൻഡിങ്, വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് ഫിസിക്സിലെ നൊബേൽ പ്രൈസ് പ്രഖ്യാപിച്ചത്. ഫിസിക്സ് ശാസ്ത്രകാരന്മാർ 2 ആളുകൾക്ക് ഫിസിക്സിലെ നൊബേൽ പ്രൈസ് കിട്ടിയത് എന്താ? അവരുടെ വിഷയം പ്രപഞ്ചം വികസിക്കുന്നു എന്ന് കണ്ടെത്തിയതാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഈ കഴിഞ്ഞ 1.5 മാസം ആയിട്ടുണ്ടാവുള്ളൂ മാക്സിമം, അല്ലെങ്കിൽ അതിൽ കുറവ്.
നൊബേൽ പ്രൈസ് നേടിക്കൊടുത്ത വസ്തുത എന്താ? ഫിസിക്സ് ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയത് ഈ ലോകം വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ കലാമിൽ പറഞ്ഞു, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. വസ്സമാഅ ബനൈനാഹാ ബിഐദ്. അല്ലാഹു പറയാൻ, ഈ പ്രപഞ്ചത്തെ നാം നമ്മുടെ കഴിവുപയോഗിച്ചുകൊണ്ട് ഖുദ്റത്ത് കൊണ്ടാണ് പടച്ചത്. വഇന്നാ ലമൂസിഊൻ, ആൻഡ് വി ആർ എക്സ്പാൻഡിങ് ഇറ്റ്. നമ്മളതിനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അറ്റമില്ലാതെ ഈ ലോകം വികസിക്കുകയാണ്. എവിടെയാണ് ഇപ്പൊ ഇതിന്റെ എൻഡ് കിടക്കുന്നത്? അപ്പൊ ഇങ്ങനെ മേരെ കിടക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കിയാൽ അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യന്റെ കൽബ് കണ്ടാൽ എന്തൊരു തമാശയായിരിക്കും. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എത്ര വലിയ തമാശയായിരിക്കും ഭൂമിയിലൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ വിചാരിക്കുക എന്റെ കയ്യിൽ തന്നെയാണ് എല്ലാം. ഇത് എവിടുന്ന് നോക്കുക? ആകാശ ലോകങ്ങൾ മലക്കുകളുടെ ലോകമാണ്. പ്രച്ചോനെ, ഈ കോടാനുകോടി ഗോളങ്ങളിൽ ചെറിയൊരു ഗോളമാണ് ഭൂമി. അതിൽ കുറെ വെള്ളമാണ്, കുറച്ച് സ്ഥലേ കരയുള്ളൂ. ആ കരയിൽ കുറച്ച് സ്ഥലത്തെ മനുഷ്യൻ താമസിക്കണുള്ളൂ. അതിൽ വലിയ വലിയ ജീവികൾ വേറെ എത്രയോ ഉണ്ട്. അതിൽ രണ്ടു കാലിൽ നടക്കുന്ന ഒരു കൊച്ചു ജീവിയാ മനുഷ്യൻ. അവന്റെ തലയിൽ തോന്നുന്ന അതൊക്കെ എന്റെ കൺട്രോളിലാണെന്ന്. എന്തൊരു പരിഹാസ്യ! ഹൗ റിഡിക്കുലസ് ഇറ്റ് ഈസ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം പടച്ച് വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇന്ന് കണ്ടെത്തിയപ്പോൾ നൊബേൽ പ്രൈസ് കിട്ടി. അല്ലാഹുവിന്റെ കലാമിൽ അതുണ്ട്. വഇന്നാ ലമൂസിഊൻ, നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഖുർആനിന്റെ വലിയൊരു ഇജാസ്. ഖുർആൻ മുഅ്ജിസത്താണെന്ന് പറയാൻ കാരണം അതാ. മനുഷ്യന് ഓരോ കാലങ്ങളിൽ അത്ഭുതപ്പെടുത്തുന്ന വിവരം ഖുർആൻ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഓരോ കാലത്തും കണ്ടുകൊണ്ടിരിക്കും. അത് അതിന്റെ ആലിമീങ്ങൾ ലോകത്ത് പുറത്തു കൊണ്ടുവരും. അതാണ് ഖുർആൻ. മൻ അതാഹുൽ ഖുർആൻ ഫകഅന്നമാ റആ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഒരാൾ കാണാനിടയായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതിന് തുല്യമാണ്. ഒരു നബിയെ കണ്ടതിന് തുല്യമാണ് ഖുർആൻ ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിന് കാണാൻ കഴിഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്, അതർഹിക്കുന്ന രീതിയിൽ അറിയാനും പഠിക്കാനും അല്ലാഹു നമുക്ക് ഫഹ്മും അഖ്ലും ബുദ്ധിയും കഴിവും അല്ലാഹു നൽകുമാറാകട്ടെ. തങ്ങൾ പറയാൻ, ഈ ലോകം മുഴുവനും സങ്കല്പിക്കുക, അല്ലാഹുവിന്റെ അർശം എന്ന് ഓർക്കുക. വിശാലമായൊരു മരുഭൂമി, കണ്ടെത്താൻ കഴിയാത്ത കണ്ടെത്താത്ത ദൂരമുള്ള മരുഭൂമി. ആ മരുഭൂമിയിൽ ഒരു ചെറിയൊരു റിംഗ്, ഒരു കുട്ടിയുടെ വളയോളം വേണ്ട ചെറിയൊരു റിംഗ്, ഒട്ടകത്തിന്റെ ഒക്കെ കയറുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ഹൽക്ക, ആ ഒരു റിംഗ് മരുഭൂമിയിൽ എവിടെയോ കൊണ്ടുപോയി വെക്കുക. ആറ്റമില്ലാത്ത മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർശെന്ന് സങ്കല്പിച്ചാൽ ഈ വട്ടക്കണ്ണിയാണ് ഈ പ്രപഞ്ചലോകമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മനസ്സിലാക്കാം, ഇങ്ങനെ അർശിനെ താങ്ങി നിർത്തുന്ന അത്ഭുതകരമായ ഒരു സംഭവം ഒരു മലക്കിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചത് സൂറത്തുൽ അലയിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ എന്ന സൂറയുടെ തഫ്സീറുകളിലൊക്കെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്ഖിയായിൽ എന്ന് പറയുന്ന ആ ഒരു മലക്കിന്റെ അത്ഭുതകരമായ രൂപം എങ്ങനെയാണ്? അള്ളാഹുവിന്റെ അർശ് ഇതാണ്. വറബ്ബുൽ അർശിൽ അദീം. ആരാണ് ഈ അർശിന്റെ ഉടമസ്ഥൻ? സുബ്ഹാനല്ലാഹ്, എല്ലാ പ്രപഞ്ച ലോകത്തിന്റെയും മീതയാണ് അള്ളാഹുവിന്റെ അർശ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്നൊരു അനുമാനിക്കാൻ പറ്റും. എന്താണ് അള്ളാഹുവിന്റെ അർശ്? അദീം എന്ന വാക്ക് എന്താണ്? റബ്ബുൽ അർശിൽ അദീം. അള്ളാഹുവെ, അർശിന്റെ തണല് കിട്ടുമല്ലോ മഹ്ശറയിൽ. അള്ളാഹു ആ തണല് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെയൊക്കെ അള്ളാഹു പെടുത്തി തെരുമാറാകട്ടെ. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവർക്കത് കിട്ടും. സ്വകാര്യമായി സ്വതക്ക ചെയ്തവർക്ക് അള്ളാഹു അത് നൽകും. വ്യഭിചരിക്കാൻ ഒരു അവസരം ഉണ്ടായപ്പോ ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു പെണ്ണെ എന്ന് പറഞ്ഞും പിന്മാറിയ യുവാവിന് അള്ളാഹു, അങ്ങനത്തെ യുവതിക്ക് അള്ളാഹു ഇത് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീതിമാനായ ഭരണാധികാരിക്ക് അള്ളാഹു ഇത് കൊടുക്കും. സുബ്ഹാനല്ലാഹ്, പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയുമായി മനസ്സിനെ ബന്ധിപ്പിക്കുന്ന ആൾക്ക് അള്ളാഹു ഇത് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒന്നിൽപ്പെടുത്തി അല്ലാഹു നമുക്കും അർശിന്റെ തണൽ മഹ്ശറിൽ അല്ലാഹു നൽകുമാറാകട്ടെ. തങ്ങൾ ചോദിക്കൂ നബിയെ, വറബ്ബുൽ അർശിൽ അദീം, മഹത്തായ അർശിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിക്കൂ നബിയെ. സയഖൂലൂന ലില്ലാഹ്, അത് അല്ലാഹുവിനുള്ളതാണ്. അതാണല്ലോ ആയത്തുൽ കുർസിയുടെ പ്രത്യേകത തന്നെ. അഫ്ളലു മാ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ അല്ലാഹുവിന്റെ കുർസി, അർശിന്റെയും മീതയാണ് കുർസി. സുബ്ഹാനല്ലാഹ്, പിന്നെ എന്താണ് കുർസി എന്ന് നമുക്ക് ഒന്ന് അനുമാനിക്കാൻ കഴിയും. അർശിന്റെ മീതയാണ് കുർസി. വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഉദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. ബറക്കത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്ന് ആയത്തുൽ കുർസി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അള്ളാഹുവിന്റെ അധികാര ലോകത്തെ പരിചയപ്പെടുത്തിയ ആയത്താണ് ആയത്തുൽ കുർസി. അത് അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുമാണ്. ഖുൽ, ചോദിക്കൂ നബിയേ, മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. ഖുൽ, ആരുടെ കയ്യിലാണ്, ചോദിക്കൂ നബിയെ, എല്ലാറ്റിന്റെയും അധികാരം ആരുടെ കയ്യിലാണ്? മലകൂത്ത് കുല്ലി ശൈ. മലക്കൂത്ത്, നമ്മുടെ ശരീരത്തിൽ മലക്കൂത്ത് ഉണ്ടാകാം, നമ്മുടെ ചുറ്റുപാടിൽ മലക്കൂത്ത്, നമ്മൾ കാണാത്ത ലോകങ്ങൾ, നമുക്ക് ഇന്നും മനസ്സിലാവാത്ത സംഗതികൾ എത്രയോ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. നമ്മുടെ ശരീരം, മെഡിക്കൽ സയൻസ് ഒക്കെ എത്ര പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ പോലും മനുഷ്യന് ഒരെത്തും പിടിയും കിട്ടാത്ത ഒരുപാട് സംഗതികൾ മനസ്സുമായി ബന്ധപ്പെട്ടത്, ഖൽബുമായി ബന്ധപ്പെട്ടത്, മനുഷ്യന്റെ ബ്രെയിനുമായി. മനുഷ്യന്റെ തലച്ചോറ് എന്ന് പറഞ്ഞ സംഗതി ഇറ്റ്സ് ദ ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് പാർട്ട് ഓഫ് ദ ബോഡി. ഇന്ന് സയൻസ് മനസ്സിലാക്കിയതിൽ ഏറ്റവും കുറച്ചു മാത്രം പഠിക്കാൻ കഴിഞ്ഞ സംഗതിയാണ് മനുഷ്യന്റെ ബ്രെയിൻ എന്ന സംഗതി, തലച്ചോറ് എന്താണെന്ന്. കാരണം ജീവനുള്ള ഒരു മനുഷ്യനെ നിർത്തിയിട്ട് തലച്ചോറ് പഠിക്കാൻ വയ്യ. മരിച്ചാടെ തലച്ചോറ് പഠിച്ചാൽ ജീവിച്ചിരിക്കുന്നവന്റെ ബ്രെയിൻ നടക്കുന്ന പ്രോസസ്സിംഗ് കിട്ടുകയുമില്ല. മനുഷ്യന് മനസ്സിലാക്കാം, അനുമാനങ്ങളും കുറഞ്ഞ പഠനങ്ങളെ നടന്നിട്ടുള്ളൂ എന്താണ് മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ. ഇതിന്റെ അധികാരം ആരുടെ കയ്യിലാണ്? നമ്മുടെ തലച്ചോറിലെ ഏതെങ്കിലും ധമനികളിലൂടെ ഒഴുകുന്ന രക്തത്തുള്ളി എങ്ങാനും കട്ടപിടിച്ച് അവിടെ ഒരു രക്തക്കട്ടയായി മാറിയാൽ സുബ്ഹാനല്ലാഹ്, മനുഷ്യന് ഭ്രാന്തായി എന്ന് പറയില്ലേ? വേറെ എവിടെയെങ്കിലും ഭാഗത്താണ് നടന്നതെങ്കിൽ മനുഷ്യന്റെ ഒരു ഭാഗം കുഴഞ്ഞു, അല്ലേ? വേറൊരു ഭാഗത്ത് നടന്നാൽ മനുഷ്യന്റെ മെമ്മറി പറ്റ ലോസായി. സുബ്ഹാനല്ലാഹ്, ഓർമ്മ അങ്ങോട്ട് പോകുന്നു. ജോലി കഴിഞ്ഞ് വരുന്ന മനുഷ്യൻ, എന്നും വീട്ടിലേക്ക് വരുന്ന മനുഷ്യൻ സ്വന്തം വീടറിയാതെ 1.5 മണിക്കൂർ റോഡിന്റെ ഉള്ളിൽ കിടന്ന് കറങ്ങാൻ, വീട് എവിടെയാണെന്ന് മറന്നുപോയി. അങ്ങനെ 1.5 മണിക്കൂർ വട്ടം തിരിഞ്ഞിട്ട് മകന്റെ വീട്ടിലേക്ക് എത്തിച്ചെന്നു. മകനോട് പറഞ്ഞു, മോനെ, വാപ്പാക്ക് വീട് എവിടെ ഓർമ്മയില്ലല്ലോ. വാപ്പാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ബ്ലഡ് ക്ലോട്ട് ആയിരിക്കുകയാണ് ബ്രെയിനിന്റെ ഉള്ളിൽ, മെമ്മറി അങ്ങോട്ട് ലോസായി, എവിടെയാ സ്വന്തം പോരാന്ന് ഓർമ്മല്ല. മലക്കൂത്ത് കുല്ലി ശൈ, ആരുടെ കയ്യിലാണ് ഈ അധികാരം കിടക്കുന്നത്? വേറെ എവിടെയെങ്കിലും ഭാഗത്തത് കട്ടപിടിച്ചാൽ കാഴ്ച പോയി, അല്ലെങ്കിൽ ചെവിയുടെ കേൾവി പോയി. അതുമല്ലെങ്കിൽ മനുഷ്യൻ പറയും ആൾക്ക് ഭ്രാന്താണ്. എന്ത് ബാലൻസ് അള്ളാഹു നടത്തിയിട്ടുള്ളത്! സുബ്ഹാനല്ലാഹ്, അള്ളാഹു നൽകുന്ന ബാലൻസ് നോക്കണം. നമ്മുടെ ചെവിയുടെ ഉള്ളിൽ കിടക്കുന്ന ദ്രാവകത്തിനൊരു കുഴപ്പം പറ്റിയാൽ നമ്മുടെ നടത്തത്തിന്റെ ബാലൻസ് തെറ്റും, മനുഷ്യൻ വീഴും. എവിടെന്നാണ് ഈ ബാലൻസ്? നമ്മുടെ ചെവികളെ ബന്ധപ്പെടുത്തിയ മനുഷ്യന് വീഴാതെ നടക്കാൻ പറ്റുന്നത്. ആരുടെ കയ്യിലാണ് ഈ അധികാരം? മലക്കൂത്തു കുല്ലി ശൈ, ആകാശത്തിന്റെ ഭൂമിയുടെ നല്ല അല്ലാഹു, എല്ലാറ്റിന്റെയും അധികാരം ആരുടെ കയ്യിലാണ്? മനുഷ്യൻ ഇണക്കിക്കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ കന്നുകാലികളും മൃഗങ്ങളും, ആ മൃഗങ്ങൾക്കുണ്ടല്ലോ ദേഷ്യവും വികാരങ്ങളും ഒക്കെ. എങ്ങാനും മനുഷ്യൻ അതുമായി ഇടപഴകുന്ന നേരത്ത് പാലെടുക്കുമ്പോഴോ അതിനെ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോഴോ ആ മൃഗത്തിന്റെ തലച്ചോറിൽ ഒന്ന് ദേഷ്യപ്പെടാൻ തോന്നിയാൽ തന്നെ കൊണ്ടു നടക്കുന്ന ആളെ ചവിട്ടി മെതിക്കില്ലേ? ആരുടെ കയ്യിലാണ് അധികാരം? ആരാണ് ഈ വസ്തുക്കളെ മുഴുവനും റഹ്മത്ത് കൊണ്ട് കീഴ്പ്പെടുത്തിയവൻ? ആരാണ്? മംബിയദിഹി മലകൂതു കുല്ലി ശൈ, ആരുടെ കയ്യിലാണ് എല്ലാറ്റിന്റെയും അധികാരം കിടക്കുന്നത്? നമ്മൾ നടക്കുന്ന കാലും നമ്മുടെ കയ്യും നമ്മുടെ നാവും എല്ലാം ഒരൊറ്റ നേരത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ബ്ലഡ് എങ്ങാനും കിട്ടാതെ വന്നാൽ കഴിഞ്ഞു നമ്മുടെ കാര്യം. കാഴ്ച പോയി, ബ്രെയിൻ തകരാറിലായി, എന്തൊക്കെ സംഭവിക്കുന്നു! അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മലകൂത്ത് കുല്ലി ശൈ, എല്ലാറ്റിന്റെയും അങ്ങേ അറ്റത്തുള്ള അധികാരം ആരുടെ കയ്യിലാണ്? പടച്ചതമ്പുരാന്റെ കയ്യിലാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ കയ്യിലാണെന്ന് മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കുന്നു. റബ്ബിന്റെ കയ്യിലാണ്. മലകൂത്ത് കുല്ലി ശൈ വഹുവ യുജീർ, അള്ളാഹുവിനെ അഭയം തരാൻ കഴിയൂ. വലാ യുജാറു അലൈഹി,
അള്ളാഹുവിൽ നിന്ന് ഒരാളെ അഭയപ്പെടുത്താൻ കഴിയുകയും ഇല്ല. അള്ളാഹു ഒരാളെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അവിടെ മറ്റൊരാൾക്ക് അഭയം കൊടുക്കാൻ കഴിയില്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ മകനോട് പറഞ്ഞു, മോനെ യാ ബുനയ്യർകം മഅന, കപ്പലിലേക്ക് പോരും മോനെ. മോൻ പറഞ്ഞു, അപ്പ ഞാനില്ല. സആവി ഇലാ ജബലിൻ യഅസുമിനി മിനൽ മാ, ഞാൻ ആ മല വരെ നീന്തി രക്ഷപ്പെട്ടുകൊള്ളാം. അപ്പൊ പറഞ്ഞു, ലാ ആസിമ മിൻ അംരില്ലാഹി ഇല്ലാ ഇലൈഹി, ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്, അള്ളാഹുവിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും രക്ഷപ്പെട്ട് ഓടാൻ കഴിയില്ല മോനെ. ഇത് പറഞ്ഞതേ ഉള്ളൂ. ഫഹാല ബൈനഹുമൽ മൗജ് ഫകാന മിനൽ മുഗ്റഖീൻ, വലിയൊരു തിരമാല വന്നു, മകൻ അവിടെ കൺമുമ്പിൽ മുങ്ങി മരിച്ചു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യാം എന്ന് ചരിത്രം പറയുന്നു. സുബ്ഹാനല്ലാഹ്. മലക്കൂത്ത് അള്ളാഹുവിനെ, അധികാരം അള്ളാഹുവിനെ നമുക്ക് അഭയം തരാൻ കഴിയൂ. വലാ യുജാറു അലൈഹി, അള്ളാഹു പിടിച്ചാൽ ഒരാൾക്കും ആ പിടുത്തുനിന്ന് രക്ഷപ്പെടാനും കഴിയില്ല. അങ്ങനത്തെ അധികാരമുള്ളവൻ ആരാണെന്ന് ചോദിക്കും നബിയെ. മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, ആരാണ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? ആരാണ് ഇതിനെയൊക്കെ ഈ കംപ്ലീറ്റ് ഹാർമണി? എന്തൊരു മനോഹരമായിട്ട് ഈ ലോകത്തിന്റെ സെറ്റപ്പുകൾ. എല്ലാറ്റിലും നമ്മൾ അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് കാണുന്നില്ലേ? എല്ലാറ്റിലും അള്ളാഹുവിന്റെ ഖുദ്റത്ത് നമ്മൾ കാണുന്നില്ലേ? എല്ലാറ്റിലും മലകൂതു കുല്ലി ഷൈ. സുബ്ഹാനല്ലാഹ്, അത് അള്ളാഹുവിൻ്റെത് മാത്രമാണ്. ഏത് വിഷയവും നമുക്കൊരു നേരത്തെ ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് എത്തണമെങ്കിൽ എത്ര ആയിരക്കണക്കിന് ആളുകൾ ഇതിനു വേണ്ടി പണിയെടുക്കണം, അവരൊക്കെ ഇതിനു വേണ്ടി അധ്വാനിക്കണം. എല്ലാവരും മടിയന്മാരായി ജീവിച്ചാൽ ലോകത്ത് ഭക്ഷണമുണ്ടോ? എല്ലാവരും ഒരേ ജോലി ചെയ്ത് ജീവിച്ചാൽ ഇവിടെ എന്തെങ്കിലും നടക്കുമോ? ഇങ്ങനെ വിവിധ ചോയ്സുകൾ, വിവിധ അഭിരുചികൾ മനുഷ്യന്റെ തലയിൽ അല്ലാഹു കൊടുത്തത് എന്തിനാ? ഈ ലോകത്തിന്റെ ഹാർമണി ഇതിന്റെ ഈ ഐക്യഭാവം നിലനിർത്തിക്കൊണ്ടുവരാൻ. ആരാണ് ഇതൊക്കെ ചെയ്തത്? മനുഷ്യന്റെ മനസ്സെന്നത് അത്ഭുതല്ലേ മനുഷ്യന്റെ മനസ്സ്. നമ്മുടെ ആരോഗ്യം പോലും നിലനിൽക്കുന്നത് മനസ്സിന്റെ ആരോഗ്യത്തെ ബന്ധപ്പെടുത്തിയാണ്. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, സന്തോഷവും ദുഃഖവും, ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തെ ബന്ധപ്പെടുത്തി കിടക്കുകയാണ്. നമുക്കറിയില്ലേ, പ്രഷർ അങ്ങ് കൂടിയാൽ ഡോക്ടർ ചെക്ക് ചെയ്ത ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? ടെൻഷൻ ഉണ്ടോ എന്ന്, അല്ലെ? ചോദിക്കാറില്ലേ? പ്രഷർ ചെക്ക് ചെയ്തിട്ട് ഈ ചോദ്യം ചോദിക്കാതെ ഡോക്ടർമാരുണ്ടാവില്ലേ? എന്ത് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ കൂടി. എന്ത് അസുഖത്തിനും അത് പറയും, ടെൻഷൻ ഉണ്ടോ, ടെൻഷൻ കുറക്കണം. നോക്കാറില്ല എന്താ സംഗതി? മനുഷ്യന്റെ മനസ്സ് നമ്മുടെ ശരീരത്തിന്റെ ആ മനോഹരമായ സഞ്ചാരം നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ഡോക്ടർ ജോസഫ് മർഫിയെ പോലെയുള്ള ആളുകളൊക്കെ കണ്ടെത്തിയപ്പോൾ ലോകം വലിയ സംഭവമാക്കി വിചാരിച്ചു. സ്കോട്ട്ലൻഡുകാരനാണ്. 1897 ജനിച്ചു, 1978 മരിച്ചുപോയ ഈ മനുഷ്യനാണ് സന്തോഷമുള്ള ഹൃദയം, ആളുകൾക്ക് ദാനം ചെയ്യുന്ന മനുഷ്യൻ, മാപ്പാക്കി കൊടുക്കുന്ന മനുഷ്യർ, ഇത്തരക്കാരായ ആളുകൾക്ക് ആരോഗ്യം വർദ്ധിക്കുമെന്നും പ്രായാധിക്യം വളരെ മെല്ലെ വരികയുള്ളൂ എന്നും കണ്ടെത്തിയ ഒരു വലിയ ശാസ്ത്രകാരനാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞ വലിയൊരു സംഗതിയുണ്ട്. മനുഷ്യന്റെ ബ്രെയിനാണ്, മനുഷ്യന്റെ ഇമോഷൻസുകളാണ്, മനുഷ്യന്റെ ചിന്തകളാണ് ആരോഗ്യത്തെ നിലനിർത്തുന്നത് എന്ന് കണ്ടെത്തിയ വലിയ പണ്ഡിതനാണ് ഈ ഡോക്ടർ ജോസഫ് മർഫി എന്ന് പറയുന്ന ആൾ. ഇവരൊക്കെ കണ്ടെത്തിയത് അല്ലാഹു തആല എത്രയോ കാലം മുമ്പ് മുഅ്മിനീങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ, വൽ യഅഫു വൽ യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ മാപ്പാക്കി കൊടുക്കണില്ലേ? നിങ്ങൾ പുറത്തു കൊടുക്കണില്ലേ ആളുകൾക്ക്? അള്ളാഹു നിങ്ങൾക്ക് പുറത്തുതരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം മാനസികമായ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ അള്ളാഹുവിന്റെ കലാമിലുണ്ട്. എത്രയാണ്! യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. മുഅ്മിനീങ്ങളെ, തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് അള്ളാഹുവിൽ നിന്ന് ഓടിപ്പോവല്ലേ, നിങ്ങളൊക്കെ വരിൻ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. അള്ളാഹു വിളിക്കാൻ. ഇങ്ങനെ മനുഷ്യന്റെ ബാലൻസ്, അത് ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്താനുണ്ട്. ഖുർആൻ എവിടെ താക്കീത് നൽകുമോ അവിടെ സന്തോഷം പറയും. സന്തോഷിപ്പിക്കുന്ന വർത്താനം പറഞ്ഞാൽ അവിടെ അല്ലാഹു താക്കീതിന്റെ സ്വരം പറയും. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക. ഇതിന് പോലും ഏറ്റവും വലിയ ഒരു സൈക്കോളജിക്കൽ ഫാക്ട് കിടക്കുന്നുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ, ആരാണ് ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവൻ? ആരാണ് ഈ സംവിധാനിച്ചത്? ആരുടെ ഖുദ്റത്താണിത്? അല്ലാഹുവിന്റേതല്ലാതെ മറ്റാരുടേതാണ്? സുബ്ഹാനല്ലാഹ്. മലകൂതു കുല്ലി ഷൈ സയഖൂലൂന ലില്ലാഹ് ഫഅന്നാ തുസ്ഹറൂൻ. എന്നിട്ടെന്തേ നിങ്ങൾ സത്യം മനസ്സിലാക്കാതെ പോകുന്നത്? ബൽ അതൈനാഹും ബിൽ ഹഖ് വഇന്നഹും ലകാദിബൂൻ.
തീർച്ചയായും സത്യമാണ്, ഹഖാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളത്. അത്തൈനാഹും ബിൽ ഹഖ്. അള്ളാഹു ഒരു സമൂഹത്തിനും ജീവിക്കാനുള്ള മാർഗരേഖ കൊടുക്കാതെ അള്ളാഹു വിട്ടിട്ടില്ല. നിങ്ങൾ ജീവിച്ചോളൂ, നിയമം പാലിക്കണം. ട്രാഫിക് റൂൾസ് പാലിക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റൂല. നമ്മളൊക്കെ അംഗീകരിക്കുന്നുവല്ലോ. നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റ്, അവിടെ നിയമങ്ങളുണ്ട്, ചില പോളിസികളുണ്ട്, രാജ്യത്തിന് നിയമങ്ങളുണ്ട്, പോലീസിനും പട്ടാളത്തിനും നിയമങ്ങളുണ്ട്, നാട്ടിലും വീട്ടിലും പുറത്തും അകത്തൊക്കെ നിയമങ്ങളുണ്ട്. ജീവിക്കാനുള്ള അള്ളാഹുവിന്റെ നിയമമാണ് ഇസ്ലാം. ഇത് മനസ്സിലാക്കുന്നതിൽ എന്താണ് ഇത്ര ഭാരം തോന്നാൻ? ഇസ്ലാം എന്ന് കുറെ ഡൂസ് ആൻഡ് ഡോൺസ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഡൂസ് ആൻഡ് ഡോൺസ്. അതിലെന്താണ് വാട്ട്സ് റോങ് ഇൻ ഇറ്റ്? അള്ളാഹുവിന്റെ ഹഖായ ജീവിക്കാനുള്ള, അള്ളാഹു മനുഷ്യന് ആരോഗ്യപരമായി ജീവിക്കാനുള്ള വഴിയല്ലേ കാണിച്ചു തന്നത്? അത്തൈനാഹും ബിൽ ഹഖ് ഇന്നഹും ലകാദിബൂൻ. അവരിതിനെ കളവാക്കുകയാണ്. മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹ്. അള്ളാഹുവിനെ റബ്ബായി അനുസരിക്കാത്ത വിഭാഗം രണ്ട് രീതിയിലാണ്. ഒന്ന്, അള്ളാഹുവിനോടൊപ്പം മറ്റു ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞവർ. വേറെ ഒരു കൂട്ടർ പടച്ചവനെ ലോകത്തിനില്ല എന്ന് പറഞ്ഞവർ. മത്തഖദല്ലാഹു മിൻ വലദിൻ. അള്ളാഹു ഒരു കുഞ്ഞിനെയും അള്ളാഹുവിന്റെ മകനായിട്ട് അള്ളാഹു വെച്ചിട്ടേ ഇല്ല. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനല്ല. അത്ഭുതകരമായ ജനനമാണ്. وجعلنا ابن مريم وأمه آية وآويناهما إلى ربوة ذات قرار ومعين. മറിയം റളിയല്ലാഹു അൻഹയെയും ഈസ അലൈഹിസ്സലാമിനെയും അല്ലാഹു അവന്റെ സൃഷ്ടികളിൽ അത്ഭുതമായി പടച്ച സൃഷ്ടികളാണ്. അതിന്റെ പേരിൽ അള്ളാന്റെ മകനാക്കേണ്ട. അത് അള്ളാഹുവിന്റെ മകളല്ല, അള്ളാഹുവിന്റെ മകനല്ല, അള്ളാഹുവിന്റെ ഭാര്യയും അല്ല. വമാ കാന മഅഹു മിൻ ഇലാഹ്. അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹും ലോകത്തില്ല തന്നെ. ഇതൻ അങ്ങനെ വേറെ ഒരു പടച്ച തമ്പുരാൻ. മതവിഭാഗങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ലേ? സൃഷ്ടിക്കാനും സംഹരിക്കാനും നിലനിർത്താനും വേറെ വേറെ ദൈവങ്ങൾ, അങ്ങനെ മറ്റു പലതിനും ഒരുപാട് ദൈവങ്ങൾ. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ വലഅലാ ബഅദുഹും അലാ ബഅദ്. ഓരോ പടച്ചവന്മാരും അവര് പടച്ചതും കൊണ്ടങ്ങ് പോയില്ലേ, അവരങ്ങ് കൊണ്ടുപോകില്ലേ അവരവൻ പടച്ചത്. പിന്നെ വലഅലാ ബഅദുഹും അലാ ബഅദ്. ഒരു ദൈവം മറ്റൊരു ദൈവത്തെ ഡിഫീറ്റ് ചെയ്യൂലേ, അങ്ങനെ ഒരു ദൈവത്തെ ആക്രമിക്കൂലേ, അവിടെ ദൈവങ്ങൾ തമ്മിൽ യുദ്ധം നടക്കൂലേ? പുരാണങ്ങളൊക്കെ വായിച്ചാൽ നടക്കുന്നുണ്ട് അല്ലേ? പുരാണങ്ങളുടെ കഥ അങ്ങനെയാണ്. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലാണ് സത്യത്തിലേക്കുള്ള ദഅവത്ത് നടത്തേണ്ട വലിയ ഒരു സമൂഹം ഇന്ന് ലോകത്ത് കിടക്കുന്നത് നമ്മുടെ രാജ്യത്താണ്. അള്ളാഹ് പറയാൻ ദൈവങ്ങൾ തല്ലുകൂടില്ലേ? കഥകളും പുരാണങ്ങളും വായിച്ചാൽ ദൈവങ്ങൾ യുദ്ധം ചെയ്ത കഥകളാ പറയാ. പടച്ച തമ്പുരാൻ പറയുന്നു, ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ. അള്ളാഹു ഉലൂഹിയത്ത് കൊടുക്കുന്നത് ആർക്കാണ്? നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹ് ഇലാഹ് എന്താണെന്ന് പഠിപ്പിക്കുന്ന സൂറയാണ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരുവനായിരിക്കണം, ഒന്നേ ഒന്ന്, ആർക്കും ചേനലി റിസോർട്സ്, ആരാരും ആവശ്യമായവൻ, പക്ഷെ അവൻ ആരെയും ആവശ്യമില്ല. ലം യലിദ് വലം യൂലദ്. He begets not, nor he was begotten. ജന്മം നൽകിയിട്ടില്ല അള്ളാഹു ആർക്കും, അള്ളാഹുവിനാരും ജന്മം നൽകിയിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവനോട് തുല്യനായിട്ട് ആരുമേ ഒന്നുമേ ഈ ലോകത്തില്ല. അങ്ങനത്തെ ഒരാളെയാണ് അള്ളാഹു എന്ന് പറയാം. അങ്ങനത്തെ ഒന്നിലേറുണ്ടെങ്കിൽ പിന്നെ അർത്ഥമുണ്ടോ? ഒരു ദൈവം മറ്റൊരു ദൈവത്തെ കീഴ്പ്പെടുത്തിയാൽ ആ കീഴ്പ്പെടുത്തപ്പെട്ട ദൈവം തോറ്റ ദൈവം പിന്നെ ദൈവമല്ലല്ലോ. കാരണം ഓംനിപൊട്ടൻസ്, സർവാധികാരി എന്ന് പറയാൻ ആ ദൈവത്തിന് പറ്റൂലല്ലോ, തോറ്റുപോയില്ലേ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ നോക്കണം. അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ബുദ്ധിയോട് യോജിച്ചത്, ഏറ്റവും കൂടുതൽ മനുഷ്യന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഒരു ഇലാഹേ ഇവിടെയുള്ളൂ. ഒന്നിലേറെ ഉണ്ടെങ്കിൽ ആ ഒന്നിലേറെ ഉള്ളത് ഇലാഹല്ല. ഇലാഹെന്ന് വിളിക്കണമെങ്കിൽ പരമാധികാരം വേണം. ഒരാൾ മറ്റൊരാളെ തോൽപ്പിക്കാൻ വിചാരിച്ചാൽ ആ തോറ്റുപോകുന്നവൻ ഇലാഹല്ലല്ലോ. ഒരാൾ മഴ വേണമെന്ന് പറയുന്നു, അത്ര അല്ല ഇപ്പൊ വെയിലാ വേണ്ടത്, ആര് പറഞ്ഞു നടക്കും? ആരത് നടന്നില്ലയോ അവൻ ദൈവമല്ലല്ലോ. പിന്നെ എങ്ങനെ ഒന്നിലേറെ ദൈവം? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. എന്തൊക്കെയാണ് അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്.
ആലിമുൽ ഗൈബി വശ്ശഹാദ ഫതആല അമ്മാ യുശ്രികൂൻ. തൊട്ടുമ്പിൽ പറഞ്ഞു ഇന്നഹും ലകാദിബൂൻ. പടച്ചതമ്പുരാനെ തന്നെ നിഷേധിക്കുന്നവർ ലോകത്തുണ്ട്. ഒരൽപ്പം ആലോചിക്കാത്തത് കൊണ്ടാണത്. ഒരൽപ്പം യുക്തിവാദം എന്നൊക്കെ പറഞ്ഞത് തീരെ ആലോചിക്കാതെ, അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ ഒരു സത്യത്തെ അംഗീകരിക്കാൻ കിബറുണ്ടാകുമ്പോഴാ ഈ തൗഹീദ് മനസ്സിലാക്കാൻ കഴിയാതെ പോവുക. വളരെ എളുപ്പമല്ലേ, പടച്ചോനില്ല എന്നതൊക്കെ ബൈ ചാൻസ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ കഴിയും? ആലിമുൽ ഗൈബി വശ്ശഹാദ, മനുഷ്യന്റെ കൺമുമ്പിലുള്ളതിന്റെയും അൽ ഗൈബ്, മനുഷ്യന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു കിടക്കുന്ന സംഗതിയും അറിയുന്നവനാണ് അല്ലാഹു തആല. ഗൈബ് എന്ന് പറഞ്ഞാൽ മാ ഗാബ അൻക വഅൻ ഗൈരിക്, നമുക്കും നമ്മളല്ലാത്തവർക്കും ആർക്കും അറിയാൻ കഴിയാത്തതിനാണ് ഗൈബ് എന്ന് പറയാം, അല്ലെ? ഇല്ലാ മൻ ഇർതളാ മിൻ റസൂൽ, അല്ലാഹു അമ്പിയാക്കന്മാർക്ക് ഗൈബ് അറിയിച്ചു കൊടുത്തു. സൂറത്തുൽ ജിന്ന്. അവർക്ക് ആവശ്യമായത് അതത് സമയങ്ങളിൽ അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിനാണ് ഗൈബിന്റെ ലോകം, അള്ളാഹുവിന്റെ കയ്യിലാണ്, അല്ലെ? അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് അറിയിച്ചു കൊടുക്കും. പക്ഷേ അള്ളാഹുവാൻ ആലിമുൽ ഗൈബി വശ്ശഹാദ ഫതആല അമ്മാ യുശ്രികൂൻ. ഖുൽ, പറയണം നബിയെ, ഒരു ദുആ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ദുആ ഇറക്കാൻ പറയുന്നു. ഖുൽ, അങ്ങിങ്ങനെ ദുആ ഇറക്കണം നബിയെ. റബ്ബി ഇമ്മാ തുരിയന്നി മാ യുഅദൂൻ റബ്ബി ഫലാ തജ്അൽനി ഫിൽ ഖൗമിൽ ളാലിമീൻ. റബ്ബി, അല്ലാഹുവേ, ഇമ്മാ തുരിയന്നി മാ യുഅദൂൻ, അവിശ്വാസികൾക്ക് കരാർ വാഗ്ദത്തം നൽകപ്പെടുന്ന ശിക്ഷ നീയെങ്ങാനും എന്റെ കൺമുമ്പിൽ കാണിക്കുകയാണെങ്കിൽ, റബ്ബി, എന്റെ പടച്ചവനെ, ഫലാ തജ്അൽനി ഫിൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളിൽ എന്നെ നീ പെടുത്തരുത് റബ്ബേ. ഒരു സമൂഹത്തിൽ ശിക്ഷ ഇറങ്ങുമ്പോ ആ ശിക്ഷയിൽ നീ എന്നെ പെടുത്തരുത് റബ്ബേ എന്ന് നബിയെ അങ്ങ് ദുആ ചെയ്യണം. ഖുൽ, അല്ലാഹുവിന്റെ ആജ്ഞയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ഇത് പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ പ്രാർത്ഥന? റബ്ബി ഇമ്മാ തുരിയന്നി മാ യുഅദൂൻ. അവിശ്വാസികൾ ചോദിക്കാറുണ്ട് ചില വിഷയങ്ങളിൽ, എന്താ പടച്ചോന്റെ ശിക്ഷ എന്ന് പറഞ്ഞ് വരാത്തത്, അങ്ങോട്ട് വരട്ടെ. അല്ലാഹുവേ, അവർക്ക് നീ കരാറ് ചെയ്ത ശിക്ഷകളെങ്ങാനും എന്റെ കൺമുമ്പിൽ നീ ഇറക്കുകയാണെങ്കിൽ, ശിക്ഷ കാണാനുള്ള അവസരം എനിക്ക് വരികയാണെങ്കിൽ, റബ്ബി, അന്നേരം പടച്ചവനെ, ഫലാ തജ്അൽനി ഫിൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ സമൂഹത്തിൽ പെട്ടുപോകാതെ കാക്കേണമേ. ശിക്ഷ ഇറങ്ങുമ്പോ ഒരു കൂട്ടർ പെട്ടുപോയാൽ ആ ശിക്ഷ കിട്ടിയ മുഴുവൻ ആളുകളും തെറ്റുകാരാണ് എന്നതിനർത്ഥമില്ല. ഒരു സുനാമി ഉണ്ടായെന്ന് വിചാരിക്കുക, ഒരു എർത്ത്ക്വേക്ക്, ഭൂകമ്പമുണ്ടായി, എന്തെങ്കിലും സംഭവിച്ചു, അവിടെ എന്തെങ്കിലും ഒരു ജെന്യൂൻ റീസൺ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് ആ നാട്ടുകാരോ ആ പ്രദേശത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളോ ചെയ്ത ഒരു തിന്മ കൊണ്ടേ അത് നടക്കുകയുള്ളൂ. അത് ചിലപ്പം പത്രക്കാർക്ക് കിട്ടിയിട്ടുണ്ടാകില്ല, അത് മീഡിയക്കാർക്ക് കിട്ടിയിട്ടുണ്ടാകില്ല. ആ കാരണം എന്താണെന്ന്, അങ്ങനെ ഒരു കാരണമില്ലാതെ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നാശങ്ങൾ വരുത്തുകയില്ല. അല്ലേ, അവരാൽ ഒരു മാറ്റം വരുത്തിയാലല്ലാതെ അള്ളാഹു ഈ ലോകത്തിന്റെ ഹാർമണി അള്ളാഹു ബ്രേക്ക് ചെയ്യൂല. അത് നമുക്ക് ചിലത് മനസ്സിലാവും, ഒരുപാട് മനസ്സിലാകാതെ പോകും. സുബ്ഹാനല്ലാഹ്. ശിക്ഷിക്കപ്പെടുമ്പോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരായത്ത്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. തിന്മകൾ നടക്കുമ്പോ എല്ലാവരും അത് വിരോധിക്കണം, തിന്മകളെ നിരോധിക്കണം, തിന്മകളെ ഇല്ലാതാക്കണം. പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷയെങ്ങാനും വന്നാൽ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ തെറ്റ് ചെയ്തവരെ മാത്രമല്ല അള്ളാഹു ശിക്ഷിക്കുക, എല്ലാവരും ആ പ്രദേശത്തുള്ളവരൊക്കെ പെടും, ആ പ്രദേശത്ത് പരിസരത്തുള്ളവരൊക്കെ അതിൽപ്പെടും. പക്ഷേ അവർക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുക്കും. സുമ്മ യുഹാസബൂന അലാ നിയാതിഹിം, നാളെ ഖിയാമത്ത് നാളിൽ അവർക്ക് ഒരു ശിക്ഷയുണ്ടാകില്ല. അവർ ദുന്യാവിലൊരു ത്യാഗത്തിന് വിധേയരായവരാണ് മുഅ്മിനീങ്ങൾക്ക്. പക്ഷേ
കുറ്റം ചെയ്തവർക്ക് ഇവിടെയും ശിക്ഷയാണ്, നാളെ പരലോകത്തും ശിക്ഷയാണ്. പക്ഷെ ഒരു ശിക്ഷ വരുമ്പോ നിരപരാധികളും പെടും. ഹബീബായ നബി തങ്ങൾ പറയാണ്, നബി ഇങ്ങനെ ദുആയിരക്കൂ, എന്നെ അതിൽ പെടുത്തല്ലേ റബ്ബേ എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തങ്ങളുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കെ ഒരു അദാബ് അല്ലാഹു ഇറക്കുകയില്ല എന്നതിലേക്കുള്ള സൂചന ഈ ആയത്തിലുണ്ടെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാൻ, ലോകത്തിന്റെ റഹ്മത്തല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ജീവിച്ചിരി വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഅൻത ഫീഹിം. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് അവരിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അല്ലാഹു അവരെ ശിക്ഷിക്കൂല, അവര് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന കാലത്തോളവും അല്ലാഹു അവരെ ശിക്ഷിക്കൂല. അല്ലാഹു പറഞ്ഞ ഒരു കണ്ടീഷൻ, നബി അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ശിക്ഷിക്കൂല. അള്ളാഹുവിന്റെ വലിയ ഒരു റഹ്മത്തിന്റെ ഒരു വലിയ റഹ്മത്തുൽ മുഹ്ദാ അവിടെ ഉണ്ടെങ്കിൽ ആ റഹ്മത്തിന്റെ പരിമളം അതിന്റെ പരിസരങ്ങളിൽ അള്ളാഹു കൊടുക്കുകയാണ്. ഒരു റഹ്മത്ത്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. അല്ലേ, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. ദുന്യാവിൽ അള്ളാഹു അവിശ്വാസികൾക്ക് അവസരം കൊടുക്കും, തിന്മ ചെയ്യാൻ അവസരം കൊടുക്കും. റഹ്മാൻ എന്നാൽ ദുന്യാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും റഹ്മത്ത് ചെയ്തവനാണ് റഹ്മാൻ. റഹീമാണെങ്കിലോ ആഖിറത്തിൽ അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്ക് മാത്രം റഹ്മത്ത് ചെയ്യുന്നവൻ. റഹ്മാൻ എന്ന അള്ളാഹു 57 സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. 57 സ്ഥലങ്ങളിൽ അള്ളാഹു റഹ്മാനാണെന്ന് പറഞ്ഞു. 114 സ്ഥലങ്ങളിൽ അള്ളാഹു റഹീമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുഅ്മിനീങ്ങൾക്ക് 57ന്റെ നേരെ ഇരട്ടിയാണ് 114. അല്ലേ, 57ന്റെ നേരെ ഇരട്ടിയാണ് 110. 57 സ്ഥലത്ത് അള്ളാഹു റഹ്മാനാണ്, പക്ഷേ അതിന്റെ ഇരട്ടി സ്ഥലത്ത് അള്ളാഹു കൃത്യമായി പറഞ്ഞു അള്ളാഹു റഹീമാൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ പേടിക്കല്ലേ, ഇവിടെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾ ബേജാറാവല്ലേ, നിങ്ങൾക്ക് ഞാൻ റഹ്മത്ത് തരാൻ പോകുന്നുണ്ട്. ഇവിടെ കാഫിറിന് കൊടുക്കുമെന്ന് പറഞ്ഞ 50ൽ 57ൽ 114 സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് റഹ്മത്ത് വെച്ചിരിക്കുകയാണ്, പേടിക്കല്ലേ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ഹബീബായ നബി തങ്ങൾ ജീവിച്ചിരിക്കെ ഒരു അദാബ് അവിടെ ഇറങ്ങുന്നില്ല. അല്ലെ, അള്ളാഹുവിന്റെ റസൂലിനോട് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, നബി അള്ളാഹു തആല ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ അങ്ങയുടെ ഉമ്മത്തിന് ആകാശത്തുള്ള ശിക്ഷ ഞാൻ വരുത്തിയേക്കും. അല്ലാഹു ഫബിഇസ്സതിക വജലാലിക, വേണ്ട റബ്ബേ, അത് വേണ്ട റബ്ബേ, എനിക്ക് വേണ്ട. ഭൂമിയിൽ നിന്നുള്ള ശിക്ഷകൾ ഉണ്ടാകും, വേണ്ട റബ്ബേ, എന്റെ സമൂഹത്തെ അങ്ങനെ ശിക്ഷിക്കരുത്, എന്റെ സമൂഹത്തിന് തിരുത്തലുകൾ വരുത്താൻ അങ്ങനെ ശിക്ഷ വരുത്തല്ലേ നബിയെ. പിന്നെ പറഞ്ഞു അജ്അലു ബഅസഹും ബൈനഹും, അവർ തമ്മിലടിക്കുന്ന ഒരവസ്ഥ വരും. അപ്പൊ തങ്ങൾ വിചാരിച്ചു ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും വന്ന ശിക്ഷ വേണ്ട എന്ന് പറഞ്ഞില്ലേ, പിന്നെ തമ്മിലുള്ള പ്രശ്നം അത് ഇതിനേക്കാളും ലഘുവാണല്ലോ, എന്നാൽ ആ ഒരു ഓപ്ഷൻ സ്വീകരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വലിയ ഒരു റഹ്മത്താണ് അള്ളാഹു നൽകിയ ആകാശവും ഭൂമിയിൽ നിന്നുള്ള ഫിത്നകളിൽ നിന്ന് അള്ളാഹു ഈ ഉമ്മത്തിന് അഭയം നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫിത്ന ഉണ്ടാവുക പരസ്പരം തമ്മിൽ തല്ലുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുകയും ചെയ്യുന്ന ഈ ഫിത്നയാണ്. അതിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. അത് അദാബാണെന്നാണ്, അത് അദാബാണ്. അൽ ജമാഅത്തു റഹ്മ വൽ ഫിർഖത്തു അദാബ്. സമൂഹം ഒരുമിച്ച് നിൽക്കുന്നത് റഹ്മത്താണ്, സമൂഹം ഭിന്നിക്കുന്നത് അദാബാണ്. അള്ളാഹു അദാബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ഒരു ശിക്ഷ ഇറക്കുമ്പോ ആ ശിക്ഷ ഇറക്കപ്പെടുന്നവരിൽ എന്നെ പെടുത്തല്ലേ പടച്ചവനെ. മഹാനായ യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് ഇബ്നു മത്ത എന്ന് പറയുന്ന മഹാനായ നബി യൂനുസ് അലൈഹിസ്സലാം, അവര് ഇന്നത്തെ ഇറാഖിലെ നീനവായിൽ നിന്നാണ് കപ്പൽ കയറിപ്പോയത്. അങ്ങനെ മത്സ്യം, തിമിംഗലം, ഒരു വലിയ മത്സ്യം വിഴുങ്ങിയത് മഹാനായ യൂനുസ് അലൈഹിസ്സലാമിനെ. സുബ്ഹാനല്ലാഹ്, ചരിത്രം ഇങ്ങനെ നോക്കിയാൽ തോന്നും നമ്മുടെ ഈ കടൽ തന്നെ ആയിരിക്കണം അല്ലേ. ബസ്രയുടെ പരിസരങ്ങളിൽ ഷത്തുൽ അറബിലേക്ക് ചേരുന്ന കടൽ നമ്മുടെ അബുദാബിയിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഈ അറേബ്യൻ ഗൾഫിന്റെ ഒരു അറ്റമല്ലേ കുവൈത്തും ഇറാഖൊക്കെ, അല്ലെങ്കിൽ പിന്നെ മെഡിറ്ററേനിയൻ കടലിലേക്ക് അങ്ങോട്ട് പോകണം. ആ യാത്ര പോയതൊക്കെ നമ്മുടെ ഈ പരിസരത്തുള്ള കടലിലാവാനാണ്. അങ്ങനെയാണ് അതിന്റെ 99% ചരിത്ര വസ്തുതകൾ നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവുക. ആ മത്സ്യം വിഴുങ്ങിയതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഈ കടലിന്റെ അറ്റത്താണ്, പടിഞ്ഞാറേ അറ്റത്ത്. സുബ്ഹാനല്ലാഹ്. യൂനുസ് അലൈഹിസ്സലാം നീനവ വിട്ടു പോയത് എന്തിനാണ്?
അള്ളാഹുവിനെ സ്വീകരിക്കാത്ത ഒരു സമൂഹത്തിൽ അള്ളാന്റെ അദാബ് വരും. ആ അദാബ് വരുമ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോകട്ടെ. ഫലാ തജഅൽനി ഫിൽ ഖൗമിൽ ളാലിമീൻ. അക്രമികൾക്ക് ശിക്ഷ വരുമ്പോ അതിൽ പെട്ടുപോകരുത്, ഞാൻ പോവാണ്. പക്ഷെ ആ പോകാൻ അള്ളാഹുവിന്റെ പെർമിഷൻ വരെ കാത്തിരുന്നില്ല. അതിന്റെ പേരിൽ അള്ളാഹു ഒരു തഅദീബ് ചെയ്തു മഹാനായ യൂനുസ് അലൈഹിസ്സലാമിനെ. അത്രയാണ്. അപ്പോ തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തു. അല്ലാഹു പറയാൻ وَإِنَّا عَلَىٰ أَن نُّرِيَكَ مَا نَعِدُهُمْ لَقَادِرُونَ. നബിയേ, അല്ലാഹുവിനെ അനുസരിക്കാത്തവർക്ക് എന്ത് ശിക്ഷയാണോ നാം വാഗ്ദത്തം ചെയ്തത്, ആ ശിക്ഷ അങ്ങയെ കാണിച്ചുകൊണ്ട് തന്നെ ശിക്ഷിക്കാൻ ഞാൻ കഴിവുള്ളവനാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ നബിയെ, ഞാനത് ചെയ്യും. അത് ഹബീബായ നബി തങ്ങളോടുള്ള അദബാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ട് ദുആയിരുന്നതല്ല, അല്ലാഹ് ദുആയിരക്കാൻ പറഞ്ഞതാണ്. ഇങ്ങനെ ദുആയിരക്ക് നബിയെ. അല്ലാഹ് തന്നെ പറയാണ് നബിയെ, വഇന്നാ അലാ അൻ നുരിയക മാ നഇദുഹും ലഖാദിറൂൻ. അവിശ്വാസികൾ ഇങ്ങനെ ഉണ്ടാവുമ്പോ എന്തേ പിന്നെ അള്ളാഹു ഇവരൊന്നും ശിക്ഷിക്കാത്തത് എന്നൊക്കെ നമ്മുടെ മനസ്സിലെങ്കിലും ഇങ്ങനെ പലപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ വന്നു പോയിട്ടുണ്ടാകും അല്ലെ. ചില പത്രവാർത്തക്കനെ കണ്ട പടച്ചോനെ, എന്താ പടച്ചോനെ ഇയാളെ പിടിക്കാത്തത്, എന്താ ഈ സമൂഹത്തെ പിടിക്കാത്തത്. തങ്ങളോട് പറയ നബിയെ, അങ്ങ് അള്ളാഹു നീട്ടിവെച്ചൊരു ശിക്ഷയെ പെട്ടെന്ന് വരുത്താൻ കൊതിക്കരുത്, നമ്മളും ചെയ്യരുത്. അള്ളാഹു എപ്പോൾ ശിക്ഷ വരുത്തുന്നുവോ അത് അള്ളാഹുവിന്റെ ചില ഹിക്മത്തുകൾക്ക് അള്ളാഹു നീട്ടിവെക്കും. അത് നമ്മളായിട്ട് ഇങ്ങോട്ട് പ്രീപോണ്ട് ചെയ്യാൻ പറയണ്ട. അത് അള്ളാഹു പോസ്റ്റ്പോണ്ട് ചെയ്യൂല, അത് പ്രീപോണ്ട് ചെയ്യൂല. വിൽ ബി ഓൺ ടൈം. പക്ഷേ ആ സമയം വരെയുള്ള പേഷ്യൻസ്, ക്ഷമ നമുക്ക് ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. നബിയെ, അങ്ങ് ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യിഅ. തിന്മയെ ഏറ്റവും വലിയ നന്മ കൊണ്ട് അങ്ങ് റിപ്പൽ ചെയ്യണം, അങ്ങ് പ്രതിരോധിക്കണം. തിന്മയെ ഏറ്റവും വലിയ നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കണം നബിയെ. ഒരുപാട് തിന്മയാണ് നബി തങ്ങൾക്കെതിരെ ശത്രുക്കൾ ചെയ്തത് അല്ലേ. ഹബീബായ തങ്ങൾക്ക് മക്ക വിട്ട് മദീന വരെ പോകേണ്ടി വന്നു. അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ ആ ബദറും ഉഹദും ഉണ്ടായത്. പിന്നെയാണ് തബൂക്കും ഹന്തക്കും തബൂക്കൊക്കെ ഉണ്ടാകുന്നത് മദീനയിലെത്തിയതിനും ശേഷമാണ്. നബിയെ ക്ഷമിക്ക്, അങ്ങ് തിന്മയെ നന്മ കൊണ്ട് എന്നല്ല പറഞ്ഞത്, ഏറ്റവും വലിയ നന്മ കൊണ്ടെന്നാണ്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യിഅ. സയ്യിഅത്തിനെ, തിന്മയെ നന്മ കൊണ്ടെന്ന് പറയുകയാണെങ്കിൽ ഹസനത്ത് എന്നാ പറയാ, അതല്ല അഹ്സൻ. ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ട് എതിരിടണം നബിയെ. ഇത് ഹബീബായ നബി തങ്ങളോടെന്ന പോലെ ഈ ഉമ്മത്തിലെ എല്ലാ ആളുകളോടുമുള്ള അള്ളാഹുവിന്റെ ആഹ്വാനമാണ്. ശത്രുക്കളെ അള്ളാഹ് അങ്ങോട്ട് നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ ഞങ്ങൾ ദ്വാരക്കല്ലേ. അള്ളാഹു കാര്യങ്ങൾ അതിന്റെ യഥാവിധി നടത്തും. നിങ്ങൾ ക്ഷമിക്കും, നിങ്ങൾ തിന്മയെ ഏറ്റവും വലിയ നന്മ കൊണ്ട് നേരിടണം. അള്ളാഹുവേ, ആ ഒരു ആശയം നമ്മുടെ ഉമ്മത്തെങ്ങാനും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്മയായിരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യിഅ നഹ്നു അഅലമു ബിമാ യസിഫൂൻ. അവരെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം നബിയെ. അങ്ങ് അവരുടെ ശിക്ഷ വരാൻ വേണ്ടി അങ്ങ് പറയല്ലേ നബിയെ. ആ ശിക്ഷ വരുമ്പോ പെടാതിരിക്കണമെന്ന് അങ്ങ് തോരുന്നോളൂ. അങ്ങയെ കാണിച്ചുകൊണ്ട് ആ ശിക്ഷ വരുത്താൻ നമ്മക്കൊണ്ട് കഴിയും. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല കേട്ടോ നബിയെ. നിങ്ങൾ തിന്മയെ ഏറ്റവും വലിയ നന്മ കൊണ്ട് നേരിടിൻ. സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹു ഇതിന് സമാനമായ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. ഏറ്റവും വലിയ സോഷ്യൽ ഡിസിപ്ലിൻ അല്ലേ അള്ളാഹു പറഞ്ഞിരുന്നത്. തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് നേരിടുന്നു. ഒരടി കൊണ്ടാൽ മറ്റേ കവിള് കാണിച്ചു കൊടുക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞിടത്തേക്ക് എത്തുള്ളൂ. അടി കൊണ്ടുപോയാൽ പോരാണ്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യിഅ. തിന്മ ഒരാളങ്ങോട്ട് ചെയ്തപ്പോ അയാൾക്ക് നിങ്ങൾ തിരിച്ച് നന്മ ചെയ്യണം. അതൊരു സ്വീറ്റ് റിവെഞ്ച് അല്ലെങ്കിൽ സ്വീറ്റ് അവെഞ്ച് അല്ലെ. അതൊരു മനോഹരമായിരിക്കും. ഖുർആൻ എന്താ പറഞ്ഞത്? ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ. അങ്ങനെയെങ്കിൽ നിങ്ങളും മറ്റാര് തമ്മിലാണോ ശത്രുതയുള്ളത്,
ഇത്തരക്കാർ കഅന്നഹു വലിയുൻ ഹമീം, നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനെ പോലെ ആയിത്തീരും. കൂട്ടുകാരനായിട്ടില്ല, പക്ഷെ അങ്ങനെ അതുപോലെ ആയിത്തീരും നിങ്ങളുടെ ശത്രു. എങ്ങനെ ചെയ്താൽ? തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അടിയും കൊണ്ടു അയാൾക്ക് 100 റുപ്യം കൊടുക്കണമെന്നിപ്പോ അത് പറയുകയാണെങ്കിൽ ഇതിപ്പോ കഴിയോ? ആർക്കാ കഴിയാന്നാ അള്ളാഹു പറയണത്? വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു. മൂക്കത്ത് ശുണ്ഠിയുള്ളവർക്ക് ഇത് കഴിയൂല, നല്ല ക്ഷമയുള്ളവർക്കേ ഇത് കഴിയുള്ളൂ. വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ അദീം. ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയവനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. സാധാരണഗതിയിൽ ഇങ്ങോട്ട് അടിച്ചാൽ പിന്നെ അങ്ങോട്ട് അടിക്കണമെന്ന് ചിന്തിക്കണില്ലല്ലോ, ഓട്ടോമാറ്റിക്കലി കൈ പോവാണ് അല്ലേ? വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു. പടച്ചോനെ, എന്നോട് അവൻ ഇങ്ങനൊരു പാര വെച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ തിരിച്ച് എങ്ങനെ പണിയാം എന്നല്ല ആലോചിക്കുന്നത്. പടച്ചോനെ, അവന് എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മളായിട്ടൊന്ന് ചെയ്തു കൊടുക്കുക. ഇത് ചെയ്യണമെങ്കിൽ നല്ല ഭാഗ്യമുള്ളവർക്കേ കഴിയുള്ളൂ. അത് അള്ളാഹു ചെയ്യുന്ന ഭാഗ്യമാണ്. പിന്നെ നല്ല ക്ഷമയും വേണം. ക്ഷമ ഈമാനിന്റെ പകുതിയാന്നൊക്കെ നമ്മൾ മറസ്സെന്ന് പഠിച്ചു പോന്നിട്ടുണ്ടല്ലേ? അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. ഇതാണ് ആ ക്ഷമ എന്ന് പറഞ്ഞാൽ. ഇവിടൊക്കെ ക്ഷമിക്കുക, അതാണ് ഈമാന്റെ പകുതി. അത് ഈമാനിന്റെ പകുതി തന്നെയാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ശത്രുക്കളില്ലല്ലോ. ഹബീബായ നബി തങ്ങളുടെ ജീവിതം അതല്ലേ, തങ്ങൾ പഠിപ്പിച്ചതും അതല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോ നബി തങ്ങളുടെ തോളത്തുള്ള പുതപ്പുങ്ങട്ട് വലിച്ചു. ഒരു അറാബി വലിച്ചപ്പോ തങ്ങളുടെ ചുമലിൽ വസ്ത്രമല്ല, ആ വസ്ത്രത്തിന്റെ അടയാളം ശരീരത്തിൽ കണ്ടു. ചുവന്നിങ്ങ് രക്തം പൊടിയാറായി നിൽക്കുന്നു. എന്താ വലിച്ചിട്ട് ഇയാൾ പറയുന്നത്? നോക്കുമ്പോ ഒരു അറാബിയായ മനുഷ്യൻ തങ്ങളുടെ പുതപ്പിന് തൂക്കിയിട്ടൊരു നമ്മുടെ ഒരു ടവല് പോലെ കണ്ട് വലിച്ചതാണ്. നോക്കുമ്പോ ദേഹത്ത് മുറിവായി ചെമന്ന് ചോര പൊടിയാ നിൽക്കുകയാണ്. തങ്ങൾ നോക്കുമ്പോ അറാബിയായ മനുഷ്യൻ എന്തേ ചോദിച്ചു? ആതിനിയ മുഹമ്മദ് മിമ്മ ആതാകല്ലാഹ്. അള്ളാഹു നിങ്ങൾക്ക് പണം തന്നിട്ടില്ലേ, എനിക്ക് തരീൻ. ഇങ്ങനെ കണ്ടോ ആരോടെങ്കിലും പിരിവിനെ ചോദിക്കുക? ഇങ്ങനെണ്ടോ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചെല്ലുമ്പോ ഇങ്ങനെ ചോദിക്കോ? എത്ര ഭവ്യതയിൽ വാതിൽ കമുട്ടി കാത്തു നിന്ന് അവസാനം തുറന്നരും ആയിക്കോട്ടെ, അജരങ്ങൾ വന്നതിന്നതിനാണ് മുഖദ്ദിമൊക്കെ കഴിഞ്ഞ് അവസാനം ഇതല്ല. എന്നിടക്ക് നബിയെ നിങ്ങൾക്ക് അല്ലാഹു തന്നത് എനിക്ക് തരി. ഈ ചോദിച്ചത് നബിയെ വേദനിപ്പിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. തങ്ങളുടെ അടുത്ത് ഒന്നുമില്ല. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഇദ്ദേഹത്തിന് വേണ്ടത് കൊടുത്ത് ഏർപ്പാടാക്കി. നബി തങ്ങളുടെ മുണ്ട് തിരിച്ചു കിട്ടി. അങ്ങനെ തങ്ങൾ തിരിച്ചു പോയത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ചോദിക്കാനുണ്ടായ ധൈര്യം, നബി തങ്ങളുടെ റിയാക്ഷൻ ഇങ്ങനെ ആയിരിക്കും അറിയുന്നത് കൊണ്ട് അറാബിയ ചെയ്തത്. അടി കിട്ടുന്നവരോട് അത് ചെയ്യൂലല്ലോ. അറാബിക്കറിയാം ഹബീബായ നബി തങ്ങൾ ഇങ്ങനെയാണ്. ആ ഒരു ഫ്രീഡം നമ്മൾ പറയില്ല, അങ്ങനെ ആ ഒരു ഫ്രീഡം ഉപയോഗപ്പെടുത്തി അത് എക്സ്പ്ലോയിറ്റ് ചെയ്തു. തങ്ങൾ അവർ കാണുന്നത് അങ്ങനെയാണ്. തങ്ങൾ ദേഷ്യപ്പെട്ടില്ല. ഇത് ഈമാനാണ്. ഒരുപാട് ജീവിതത്തിൽ ദുഃഖ അനുഭവങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകും, ചെറുതും വലുതുമായത്. പ്രതികാരം ചെയ്യല്ലേ, ഇതാണ് ദീനിന്റെ കടപ്പാട്. ഒരൊറ്റ ഹദീസ് ഞാൻ ഈ സദസ്സിലേക്ക് കൈമാറുകയാണ്. ഓർമ്മയുള്ളവർക്ക് ഒന്ന് ഓർമ്മിക്കാനും മറന്നുപോയവർക്കൊന്ന് ഓർത്തെടുക്കാനും ഈ ഹദീസ് ഉപകാരപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 വിഷയങ്ങൾ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യൻ ഓർക്കണം. 2 എപ്പോഴും മറക്കുകയും ചെയ്യണം. 2 ഓർക്കാനും 2 മറക്കാനും കുറെയൊന്നുമില്ല, വളരെ ചുരുങ്ങിയ സംക്ഷിപ്തം. 2 എപ്പോഴും ഓർക്കണം. അല്ലാഹ വൽ മൗത്ത്. എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. കച്ചവടത്തിലാകാം, നമ്മുടെ ജോലിയിലാകാം, നമ്മുടെ ഏത് വ്യവഹാരത്തിലും അള്ളാഹുവിനെ മുന്നിൽ 24 മണിക്കൂർ നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കും. വൽ മൗത്ത്, മരിക്കാൻ. മരണം എന്റെ കൂടെയുണ്ട്. ഇന്ന് വൈകുന്നേരമാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ മരിക്കാം, എപ്പോഴും മരിക്കാം. മരണം എന്റെ കൂടെയുണ്ട്. ഈ 2 വിഷയം എപ്പോഴും മനുഷ്യൻ ഓർക്കണം. പിന്നെ മറക്കേണ്ട 2. ഒന്ന്, ഇഹ്സാനക ഇലാ ഗൈരിക്. നിങ്ങൾ ആർക്കെല്ലാം ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടോ അത് നിങ്ങൾ സൗകര്യപൂർവ്വം മറക്കണം. പിന്നെ ആരെല്ലാം നിങ്ങൾക്ക് ഉപദ്രവം ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾ മറക്കണം. ചെയ്തു കൊടുത്ത ഉപകാരങ്ങളും മറക്കണം, ഇങ്ങോട്ട് കിട്ടിയ ഉപദ്രവങ്ങളും മറക്കണം. എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലിപ്പോ ഒന്ന് നമുക്ക് നോക്കാം അല്ലേ?
ഇങ്ങോട്ട് കിട്ടിയ ദുൽമുകൾ നമ്മൾ ഒരുപക്ഷെ മറക്കാം. ശരിയാണ്, മറക്കണം. എല്ലാവരും മറന്നില്ലേ? അള്ളാഹുവിനോർത്ത് മറക്കുക. ആരും കുടുംബത്തോടോ സുഹൃത്തുക്കളോടോ ഒന്നും ദേഷ്യവും പകയും കൊണ്ട് നടക്കരുത്. വലാ തജഅൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ആരോടും വെറുപ്പുണ്ടാകരുത്. അല്ലാഹ് അങ്ങനത്തെ ഖൽബ് തരണേ എന്ന് ദുആ ഇറക്കണമെന്നാണ് സൂറത്തുൽ ഹശ്ർ. പിന്നെ ചെയ്തു കൊടുത്ത ഉപകാരങ്ങളും മറക്കണം. ഇത് കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. അത് നമ്മൾ ശരിക്കും മറക്കണം. ആരോടും ചെയ്തു കൊടുത്ത ഒരു ഉപകാരം എടുത്തു പറഞ്ഞ് വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചില്ലെങ്കിൽ പോലും അത് എടുത്തു പറയരുത്. എന്ത് തന്നെ ആകട്ടെ, ഗൾഫിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അതുണ്ടാവും. ഞാനല്ലേ വിസിറ്റ് തന്നത്, എന്റെ റൂമിലല്ലേ എന്നൊരു ബെഡ് സ്പേസ് തന്നത്, ഭക്ഷണം ഉണ്ടായിരുന്നോ, പണി പോയപ്പോ ഞാനല്ലേ ഹോട്ടലിൽ ഏൽപ്പിച്ചെന്നത്. ഇങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ മിന്നത്തുകൾ മനുഷ്യൻ പറഞ്ഞ് ചെയ്ത ഉപകാരങ്ങളും അമലൊക്കെ നശിപ്പിക്കാൻ. ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ ചെയ്ത സ്വതക്കകളെ നിങ്ങൾ എടുത്തു പറഞ്ഞിട്ടും മനുഷ്യനെ വേദനിപ്പിച്ചിട്ടും നിങ്ങൾ നശിപ്പിക്കല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണ് ഈ സ്വതക്കയിൽ ഇസ്ലാം പറയുന്നത്? യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ്വ. എന്താ നബിയെ ഞങ്ങൾ അള്ളാഹ്ക്ക് സ്വതക്ക ചെയ്യേണ്ടത് എന്ന് അവരങ്ങയോട് ചോദിക്കുന്നുവല്ലേ നബിയെ? പറയൂ, ഖുലിൽ അഫ്വ. അവർ ചെയ്യേണ്ട സ്വതക്ക അഫ്വാൻ, മാപ്പാക്കി കൊടുക്കലാണ്. മാപ്പാക്കി കൊടുക്കൽ സ്വതക്കയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ചെയ്ത ഉപകാരങ്ങൾ മറക്കണം. ആരോടും അത് പറയരുത്. ഞാൻ അങ്ങനെ ചെയ്തെന്നില്ലേ, അവൻ എന്നിട്ട് ഇറക്കായോ എന്നോട് അതൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ എന്നേക്കുമായിട്ട് മറക്കുക. പലതുണ്ടാവും അതിൽ, ചെറുതും വലുതുമായ ഉപകാരം. ഇത് മറക്കണം, ഇത് മറക്കണം. അതിന് വിധങ്ങൾ പറയാൻ. ഇങ്ങോട്ട് കിട്ടിയ ഉപദ്രവങ്ങളും മറക്കണം. അങ്ങനെ വന്നാൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. രണ്ട് വിഷയങ്ങൾ, അള്ളാഹുവിനെയും മരണത്തെയും എപ്പോഴും ഓർക്കുക. ഈ രണ്ടെണ്ണം മറക്കുകയും ചെയ്യുക. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. ആരെങ്കിലും തിന്മ നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നന്മ കൊണ്ട് നേരിടുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ, നിങ്ങൾക്ക് ഞാൻ സൽസ്വഭാവം പഠിപ്പിച്ചു തരുന്നു. സൽസ്വഭാവം എന്താണ് നബിയെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുൽമൻ ഖതഅക്. നിങ്ങളോട് മിണ്ടാത്തവരോട് നിങ്ങൾ മിണ്ടുക. വഅതിമൻ ഹറമക്. നിങ്ങൾക്ക് വല്ലതും തരാതെ വല്ലവരും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് കഴിയുന്നത് അവർക്ക് അങ്ങോട്ട് കൊടുക്കുക. വഅഫു അമ്മൻ ളലമക്. അക്രമം ചെയ്തവർക്ക് മാപ്പാക്കി കൊടുക്കും ചെയ്യാൻ. ഇത് സൽസ്വഭാവമാണ്. ഇന്ന അസ്ഖല മാ യൂദഉ ഫിൽ മീസാൻ ഹുസ്നുൽ ഖുലുഖി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഈ സൽസ്വഭാവം നാളെ മീസാനിൽ ഏറ്റവും കരം തൂങ്ങുന്ന അമലാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവിടുന്ന് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സമയം ഒരൽപ്പം വൈകി പോയിട്ടുണ്ട്, ക്ഷമിക്കണം. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ബുർദ മജ്ലിസ് ഇൻഷാ അല്ലാഹ് വരുന്ന 23-ാം തീയതി ഉണ്ടായിരിക്കും. അത് മഹത്തായ ഒരു സംഭവമാണ്. ഇമാമുന ബൂസീരി റളിയല്ലാഹു അൻഹു വലിയ ഒരു അസുഖത്തിന് ഷിഫാഇന് വേണ്ടി ചെയ്ത അദ്ദേഹത്തിന്റെ വലിയൊരു ഖിദ്മത്തായിരുന്നു നബിതങ്ങളെ മദ്ഹ് ചെയ്തുള്ള ആ ബുർദ. അത് തങ്ങളുടെ അപദാനങ്ങളും പരിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്തുകളും പൂർവോപരി നബിതങ്ങൾക്കുള്ള സ്വലാത്തിനൊക്കെ വളരെ 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 അധികം പ്രോത്സാഹനം നൽകുന്ന വലിയൊരു അമലാണ്. കഴിയുന്ന ആളുകളൊക്കെ അതിലേക്ക് എത്തിപ്പെടണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചില ചോദ്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഒക്കെ സൗകര്യപൂർവ്വം മാറ്റിവെക്കാണ്. ഇവിടെ ചോദ്യം തന്നവർ ഒന്നും വിഷമിക്കേണ്ട. സമയം. ക്യാൻസർ അസുഖത്തെ തുടർന്ന് ഉമ്മ ചികിത്സയിലാണ്. പ്രത്യേകം ദ്വാരക്കണം. അള്ളാഹു ആ ഉമ്മാക്ക് ഷിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ആ സഹോദരിക്ക് ഷിഫ നൽകുമാറാകട്ടെ. എനിക്കറിയുന്ന ഒരു ഫാമിലി, അവർ UK-യിലാണ്. അവരുടെ ഉമ്മ അതേപോലെ പ്രയാസത്തിനാണ്, ക്യാൻസറുമായി ബന്ധപ്പെട്ട അസുഖത്തിനാണ്. അള്ളാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. പിന്നെ സഹോദരന്റെ ഭാര്യാപിതാവ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. ഇവിടെ നമ്മുടെ ക്ലാസ് റൂമിൽ ഓൺലൈൻ ചില ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. അർഷിനെ സംബന്ധിച്ചും ബുറാഖിനെ കുറിച്ചും അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുകയാണെന്ന് അവരോട് അപ്പോളജീസ്. പിന്നെ ഉമ്മാക്ക് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അള്ളാഹു താല ആ മഹദിക്ക് ഒരു പ്രയാസവുമില്ലാതെ അള്ളാഹു താല അസുഖം അള്ളാഹു ഷിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ
ഒരു സഹോദരന് നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുന്ന ഒരു ആള് ദാറുൽഹുദക്കൊക്കെ മാസം 100 ദിർഹമൊക്കെ സംഭാവന ചെയ്തിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഒരു ജോലി നഷ്ടപ്പെട്ടു, പുതിയൊരു ജോലിക്ക് ഇന്റർവ്യൂവിന് കിട്ടിയിട്ടുണ്ട്, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങളൊക്കെ ആമീൻ പറയണം. അദ്ദേഹത്തിന് ആ ജോലി ഖൈറായി അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന് ഖൈറായ മഈശത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. പിന്നെ ഇന്ന് ചന്ദ്രന്റെ ഗ്രഹണം നടന്ന ഒരു ദിവസമാണ് അല്ലെ, ഖുസൂഫ് ഉണ്ടായിരുന്ന ദിവസമാണ് അല്ലെ. സൂര്യൻ അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണത് എന്നതിന്റെ നിസ്കാരങ്ങളൊക്കെ പല പള്ളികളിൽ വെച്ച് നടന്നു. അതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ച ആളുകളൊക്കെ വലിയ ഭാഗ്യവാന്മാർ. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതിനെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് പറയാം. പിന്നെ ഭാര്യ കിഡ്നി സംബന്ധമായ സുഖം അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവസാനമായി സുഹൃത്തിന്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കാണ്, ഷിഫാക്ക് വേണ്ടി ദ്വാരക്കണം, അള്ളാഹുർക്ക് ഷിഫ നൽകുമാറാകട്ടെ. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം യശ്ഫിഹും ജമീഅൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതും സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖൽബിലെ ഈമാൻ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹു നിന്നെക്കുറിച്ചുള്ള യഖീനായ ഈമാൻ നൽകണേ റബ്ബേ. ഇളക്കമില്ലാത്ത, ചാഞ്ചല്യമില്ലാത്ത, സംശയം തീണ്ടാത്ത ഈമാൻ നൽകണേ റഹ്മാനെ. ഒരിക്കലും തിരിച്ചു പോകാത്ത, ഒരിക്കലും പിന്തിരിയാത്തൊരു ഈമാൻ തരണേ റബ്ബേ. അള്ളാഹുവെ, നാൾക്കുനാൾ പ്രകാശിക്കുന്ന നൂറാനിയത്ത് നൽകുന്ന ഒരു ഈമാൻ തരണേ റബ്ബേ. അള്ളാഹു, ഞങ്ങൾ കേൾക്കുന്നതും അറിയുന്നതും ചിന്തിക്കുന്നതും ഞങ്ങളുടെ ഈമാനിനെ നീ ബലപ്പെടുത്തുന്നതാക്കണേ റഹ്മാനെ. അള്ളാഹു, ഈ സദസ്സ് ഇങ്ങോട്ട് വന്നതും ഇവിടെ കൂടിയതും ഇവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡും പടച്ചവനെ, നാളെ മഹ്ശറിൽ ഞങ്ങളുടെ അമലുകൾ നീ തൂക്കി നോക്കുമ്പോൾ നന്മയിൽ കനന്തൂങ്ങുന്ന അമലാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് ആഗ്രഹങ്ങളുള്ള കൈകളാണ് റബ്ബേ ഈ സദസ്സിൽ ഉയർന്നിട്ടുള്ളത്. ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുമുള്ള ഒരുപാട് മുഅ്മിനാത്തുകൾ, അള്ളാഹു, ഞങ്ങൾ ഓരോരുത്തരും നിന്റെ ഹദറത്തിലേക്ക് ഉയർത്തുന്ന കരങ്ങളിൽ എന്താഗ്രഹങ്ങളാണോ പടച്ചവനെ ഉയർത്തുന്നത് അത് ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ സാധിപ്പിച്ചു തരണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾ ഓരോരുത്തരുടെയും രോഗം ശിഫയാക്കണേ റബ്ബേ. അള്ളാഹുവെ, ഹാർട്ടിന് രോഗമുള്ള ആളുകളുണ്ട് റബ്ബെ, ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നവരുണ്ട്. പടച്ച തമ്പുരാനെ, നീ അത് വിജയമാക്കി കൊടുക്കണേ റബ്ബെ. പരിപൂർണ ശിഫ നൽകണേ അള്ളാഹുവെ. എത്രയോ ആളുകൾ നാട്ടിലും മറ്റു പല പ്രദേശങ്ങളിലുമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും അല്ലാത്തവരുമായ രോഗികൾ, മാരക രോഗം കൊണ്ട് ഒരാളെയും പരീക്ഷിക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കാഴ്ചപ്പാടിലോ ഞങ്ങളുടെ ചിന്തയിലോ ഇനി സുഖമാകില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അള്ളാഹുവെ, നിന്റെ ഖജനാവിൽ ഷിഫ ഉണ്ടല്ലോ പടച്ചവനെ, നീ ഷിഫ നൽകണേ റബ്ബേ. അള്ളാഹുവെ, ക്യാൻസർ പോലുള്ള രോഗം ഒരാൾക്കും വരാതെ കാക്കണേ റബ്ബേ. അത് വന്ന ആളുകൾക്ക് ഷിഫ കൊണ്ട് നീ അവരനുഗ്രഹിക്കണേ റഹ്മാനെ. ഷിഫ കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ബിഹഖ്ഖി കാഫ് ഹാ യാ ഐൻ സ്വാദ്, നിന്റെ വചനങ്ങളുടെ ഹക്ക് കൊണ്ട് ഷിഫ നൽകണേ പടച്ചവനെ. ഞങ്ങൾ ആർക്കും അത്തരം അസുഖങ്ങൾ വരാതെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, മാരകമായ ഒരു അസുഖത്തിന്റെ ഒരു ചെറിയ സിംറ്റംസ് ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് കണ്ടാലും അറിഞ്ഞാൽ പോലും തകർന്നു പോകുന്ന ഹിമ്മത്താണ് റബ്ബേ ഞങ്ങളുടെ കയ്യിലുള്ളത്. അല്ലാഹുവേ, അത്തരം അസുഖങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കണേ റബ്ബേ. എല്ലാ ചെറുപ്പക്കാരികളും പ്രായമായവരും അല്ലാത്തവരും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാ മുഅ്മിനീങ്ങളെയും കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ജോലിയില്ലാതെ വിഷമിക്കുന്ന മുഅ്മിനീങ്ങളെ സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഖൈറായി ജോലി നൽകണേ റബ്ബേ. ഇത് കേൾക്കുന്നവരിൽ, ദുആ ചെയ്യുന്നവരിൽ, ആമീൻ പറയുന്നവർ ആർക്കെങ്കിലും ജോലി സംബന്ധമോ കച്ചവട സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് നീ ആ പ്രയാസങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ റഹ്മാനെ. ഐശ്വര്യം നൽകണേ റബ്ബേ. റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. ആരെല്ലാം അവിടെ ദ്വാരക്കാൻ പറഞ്ഞോ അവർക്കൊക്കെ നീ ശിഫ നൽകണേ റബ്ബേ. ആക്സിഡന്റിൽ സംഭവിച്ച കോഴിക്കോടുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ സർജറിക്ക് വിധേയനായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ, അദ്ദേഹത്തിന് ശിഫ നൽകണേ പടച്ചവനെ. അള്ളാഹു, ഞങ്ങളുടെ ദ്വാരക്കാൻ പറഞ്ഞവരും അല്ലാത്തവരുമായ എത്രയോ ബന്ധുമിത്രാദികൾ, അവരുടെ ബന്ധുക്കൾ മരണപ്പെട്ടു പോയവർ, അള്ളാഹുവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യ റബ്ബേ. ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കണേ റബ്ബേ. അമൽ വർദ്ധിപ്പിക്കണേ റബ്ബേ. ഞങ്ങളുടെ നാവും കണ്ണും ചിന്തകളും മനസ്സും ഹറാമിൽ നിന്ന് കാക്കണേ റഹ്മാനെ. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഒരാളോടും വിഷമമോ വെറുപ്പോ അസൂയയോ തോന്നാത്ത സംതൃപ്തമായ സന്തുഷ്ടമായ ഹൃദയം നൽകണേ റബ്ബേ. ഞങ്ങളോട് ദുൽമ ചെയ്തവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളും ഞങ്ങൾക്ക് മറപ്പിക്കുകയും ആ നന്മകൾക്ക് നീ പ്രതിഫലം നാളെ മഹ്ശറിൽ നൽകുകയും തരണേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
അള്ളാഹു നാളെ ഖബറിലും മഹ്ശറിലും ഹിസാബിലും സിറാത്തിലും ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണേ റബ്ബേ. നിന്റെ സുഖലോക സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒത്തുചേരാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ബിജാഹി ഹഖ്ഖി നബിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖ്ഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടി നമ്മുടെ ഒരു IT വിങ് തന്നെ നമുക്കിതിന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ പരിപാടി വിവിധ ഭാഗങ്ങളെന്ന് വീക്ഷിക്കാൻ സൗകര്യപ്പെടുത്തി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ദ്വാരക്കണം. അള്ളാഹു വലിയൊരു അമലായി വരുന്നത് സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ നമ്മുടെ വ്യാഴ്ചത്തെ ക്ലാസ്സിലേക്ക് കഴിയുന്നതും മറ്റു ഭാഷക്കാരായ ആളുകളൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ ഇംഗ്ലീഷ് തഫ്സീർ ക്ലാസ് നടക്കുന്നുണ്ട് വ്യാഴാഴ്ച 8:30 മണിക്ക്. അതുകൊണ്ട് അറിയാത്തതെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തോ ഒക്കെയുള്ള പരിചയക്കാരെ കൊണ്ടുവന്ന പരിപാടി വിജയിപ്പിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.